بكم. أعوذ بالله من الشيطان الرجيم. إن في خلق السماوات والأرض واختلاف الليل والنهار لآيات لأولي الألباب الذين يذكرون الله قياما وقعودا وعلى جنوبهم ويتفكرون في خلق السماوات والأرض ربنا ما خلقت هذا باطلا سبحانك فقنا عذاب النار. ربنا إنك من تدخل النار فقد أخزيته وما للظالمين من أنصار. ربنا إننا سمعنا مناديا ينادي للإيمان أن آمنوا بربكم فآمنا. ربنا فاغفر لنا ذنوبنا وكفر عنا سيئاتنا وتوفنا مع الأبرار. ربنا وآتنا ما وعدتنا على رسلك ولا تخزنا يوم القيامة إنك لا تخلف الميعاد. صدق الله العظيم. നാം 18 ക്ലാസ്സുകളിലായി സൂറത്ത് ആല ഇമ്രാൻ ആദ്യം മുതൽ 185 ആയത്തുകൾ വരെ ആശയവിവരണം നടത്തുകയുണ്ടായി. ഇനി അവസാനത്തെ 15 ആയത്തുകളാണ് ബാക്കിയുള്ളത്. 186 ആയത്ത് മുതലാണ് നമുക്കിനി വിശദീകരിക്കാൻ ഉള്ളത്. ലതുബ്ലവുന്ന ഫീ അംവാലികും വഅൻഫുസികും. അല്ലാഹു തആല ഊന്നിക്കൊണ്ട് പറയുകയാണ്, അഥവാ തഅക്കീദിന്റെ ലാമും തഅക്കീദിന്റെ നൂനും. ലതുബ്ലവുന്ന എന്നാൽ ആദ്യം വന്ന ലാമു തഅക്കീദ് എന്നാണ് പറയാ, എന്ന് വെച്ചാൽ സ്ട്രെസ് ചെയ്യാൻ വേണ്ടിയുള്ള ലാമ്. ആ വാക്കിന്റെ തന്നെ അവസാനത്തിൽ നൂനു തഅക്കീദ്, സ്ട്രെസ് ചെയ്യാൻ വേണ്ടി ഉള്ള നൂന്. അപ്പൊ ഒരു വാക്കിന്റെ തന്നെ തുടക്കത്തിലും ഒടുക്കത്തിലും അല്ലാഹു തആല ഊന്നിക്കൊണ്ട് പറയാണ്, നിങ്ങളെ നാം പരീക്ഷിക്കുക തന്നെ ചെയ്യും. ഫീ അംവാലിക്കും വ അൻഫുസിക്കും, നിങ്ങളുടെ സമ്പത്തിന്റെ വിഷയത്തിൽ, നിങ്ങളുടെ ശരീരങ്ങളുടെ വിഷയത്തിൽ, അഥവാ ജീവന്റെ വിഷയത്തിൽ. തീർന്നില്ല. വലതസ്മഉന്ന മിനല്ലദീന ഊതുൽ കിതാബ മിൻ ഖബ്ലിക്കും, നിങ്ങൾക്ക് മുൻപ് കഴിഞ്ഞു പോയ അഹ്ലി കിതാബുകാരിൽ നിന്ന് നിങ്ങൾ കേൾക്കുക തന്നെ ചെയ്യും. അതും ഊന്നിക്കൊണ്ടാണ് പറയുന്നത്. അഹ്ലി കിതാബുകാരിൽ നിന്ന് മാത്രമാണോ? അല്ല. വമിനല്ലദീന അശ്റകൂ, മുശ്രിക്കുകളിൽ നിന്നും. ഈ 3 വിഭാഗം വന്നു കഴിഞ്ഞാൽ ലോകത്ത് മുസ്ലിങ്ങളല്ലാത്ത എല്ലാ ജനവിഭാഗങ്ങളും അതിൽ ഉൾക്കൊണ്ടു. അഹ്ലി കിതാബുകാർ എന്ന് പറയുമ്പോൾ ജൂതന്മാർ, ക്രിസ്ത്യാനികൾ. മുശ്രിക്കുകൾ എന്ന് പറയുമ്പോൾ ഈ ജൂതന്മാരെയും ക്രിസ്ത്യാനികളെയും ഒഴിച്ചു നിർത്തിക്കഴിഞ്ഞാൽ ലോകത്ത് മുസ്ലിങ്ങളല്ലാത്ത ആരൊക്കെയുണ്ടോ എല്ലാവരും മുശ്രിക്കുകളാണ്. നമ്മൾ മനസ്സിലാക്കും, മുശ്രിക്കുകൾ എന്നാൽ വിഗ്രഹാരാധകരാണ്, അവർക്കാണ് മുശ്രിക്കുകൾ എന്ന് പറയാം. ഇനി വിഗ്രഹാരാധന നടത്തുന്നില്ല എന്നല്ല, ഒരു ദൈവവിശ്വാസം തന്നെ ഇല്ല, തീർത്തും നിരീശ്വര നിർമ്മതവാദിയാണ്, യുക്തിവാദിയാണ്. അവരും പരിശുദ്ധ ഖുർആനിന്റെ മുമ്പിൽ മുശ്രിക്കുകളാണ്. അതെങ്ങനെയാണ് അവർ മുശ്രിക്കുകളാകുക? മുശ്രിക്ക് എന്ന് പറഞ്ഞാൽ ഷിർക്ക് ചെയ്യുന്നവർ എന്നാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ സ്ഥാനവും അള്ളാഹുവിൻ്റെ അധികാരവും അള്ളാഹുവിൻ്റെ ഗുണവിശേഷങ്ങളും എല്ലാം തന്നെ അള്ളാഹു അല്ലാത്തവർക്ക് വകവെച്ച് കൊടുക്കുന്നവർ, ഇതാണ് മുശ്രിക്ക്. അപ്പൊ വിഗ്രഹാരാധകരെ സംബന്ധിച്ചിടത്തോളം അവർ അള്ളാഹു അല്ലാത്തവർക്ക് ആരാധന നടത്തുന്നു.
ആ നിലക്ക് മുശ്രിക്ക്. എന്നാൽ ഒരു നിരീശ്വരവാദി, ഒരു യുക്തിവാദി എങ്ങനെയാണ് മുശ്രിക്കാകുക? അവരാണ് ഏറ്റവും വലിയ മുശ്രിക്ക്. ഈ വിഗ്രഹാരാധകനേക്കാൾ വലിയ മുശ്രിക്കാരാന്ന് ചോദിച്ചാൽ ഈ പറഞ്ഞ ഈ നിരീശ്വരവാദിയും യുക്തിവാദിയാണ്. അത് ഖുർആനിൽ തന്നെ അല്ലാഹു തആല ചോദിച്ചിട്ടുണ്ട്. അഫറഅയ്ത മനിത്തഖദ ഇലാഹഹു ഹവാ, താങ്കൾ കണ്ടുവോ? നബിയോടാണ് ചോദിക്കുന്നത്. മനിത്തഖദ ഇലാഹഹു, തൻ്റെ ഇലാഹായി, തൻ്റെ ദൈവമായി അവൻ സ്വീകരിച്ചിരിക്കുന്നത് ഹവാഹു, അവൻ്റെ അഭീഷ്ടങ്ങളാണ്. ഇതാണ് യുക്തിവാദി, ഇതാണ് നിരീശ്വരവാദി. അവനേക്കാൾ വഴി പിഴച്ചവൻ ആരുണ്ട് എന്ന് ഖുർആനിൽ വേറൊരു ആയത്തിൽ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഒരു മതവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവിടെ ഹറാമും ഹലാലും തീരുമാനിക്കുന്നത് ആ മതവിശ്വാസമായിരിക്കും, അല്ലെങ്കിൽ ആ മതത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ള ആചാരങ്ങളും പിന്നെ അതുപോലെ തന്നെ ആ മത അനുയായികൾ ഫോളോ ചെയ്യുന്നതുമായിരിക്കും. എന്നാൽ ഒരു നിരീശ്വരവാദിയെ സംബന്ധിച്ചിടത്തോളം തനിക്ക് ശരി എന്ന് തോന്നുന്നത് അവൻ ചെയ്യും, തനിക്ക് തെറ്റി എന്ന് തോന്നുന്നത് അവൻ അവോയ്ഡ് ചെയ്യും, തനിക്ക് എൻജോയ്മെൻ്റ് ഉള്ളതാണ് എന്ന് തോന്നുന്നത് അവൻ ഫോളോ ചെയ്യും. അപ്പം ഇവിടെ അവൻ്റെ ഇലാഹ ആരാണെന്ന് ചോദിച്ചാൽ സ്വന്തം ദേഹേച്ഛയാണ്, ഹവ, സ്വന്തം അഭീഷ്ടം, സ്വന്തം താല്പര്യം, തനിക്ക് തോന്നുന്നത് ശരി. ഇവനാണ് ഏറ്റവും വലിയ മുശ്രിക്ക് ഈ വിഗ്രഹാരാധനക്കാൾ. അപ്പം അഹ്ലി കിതാബുകാരിൽ നിന്നും അതുപോലെ തന്നെ മുശ്രിക്കുകളിൽ നിന്നും നിങ്ങൾ കേൾക്കുക തന്നെ ചെയ്യും. കേൾക്കുക മാത്രമല്ല, അതൻ കസീറ, വമ്പിച്ച ബുദ്ധിമുട്ടുകളും വമ്പിച്ച കഷ്ടപ്പെടുത്തലുകളും അവരിൽ നിന്ന് നിങ്ങൾ അനുഭവിക്കുക തന്നെ ചെയ്യും. ഓക്കെ, ഇപ്പം ഒന്ന് ഈ ലോകത്തേക്ക് കണ്ണോടിച്ചാൽ നാം ജീവിക്കുന്ന കാലം ചില രാജ്യത്ത് മുശ്രിക്കുകളിൽ നിന്നാണ് മുസ്ലിങ്ങൾ ഉപദ്രവം ഏറ്റുവാങ്ങിക്കൊണ്ടിരിക്കുന്നത്. നമ്മുടെ രാജ്യമായ ബർമ്മ, ഇപ്പം മ്യാൻമർ എന്ന് പറയുന്ന രാജ്യം, അതുപോലെ തന്നെ ചൈന, ഉയ്ഗൂർ മുസ്ലിങ്ങൾ അവിടെ അങ്ങേയറ്റത്തെ കഷ്ടപ്പെടുത്തലുകൾക്ക് വിധേയരായിക്കൊണ്ടിരിക്കുന്നു. അങ്ങ് ശ്രീലങ്കയിലേക്ക് പോയി കഴിഞ്ഞാൽ അവിടുത്തെ ബുദ്ധമതക്കാരിൽ നിന്നാണ്. ഈ ചൈനയിലും അങ്ങനെ തന്നെ ബുദ്ധമതക്കാരാണ്, ബർമ്മയിലും ബുദ്ധമതക്കാരാണ്, ഇവരൊക്കെ മുശ്രിക്കുകളാണ്. ഇത് നമ്മുടെ രാജ്യത്താവുമ്പോൾ ഇവിടുത്തെ മുശ്രിക്കുകളിൽ നിന്നാണ്, വിഗ്രഹാരാധകരിൽ നിന്നാണ്, ഇനി അതൊന്നും ഇല്ലാത്തവരിൽ നിന്നാണ്. ഇത് തന്നെ അങ്ങ് പിന്നെ മധ്യ പൗരസ്ത്യ ദേശത്തേക്ക് പോകുമ്പോൾ അവിടെ ക്രിസ്ത്യാനികളിൽ നിന്നും ജൂതന്മാരിൽ നിന്നുമാണ്. അങ്ങനെ ലോകത്തുടനീളം എവിടെ നോക്കിക്കഴിഞ്ഞാലും ഈ മൂന്ന് വിഭാഗങ്ങളിൽ നിന്നും മുസ്ലിങ്ങള് ദുരിതങ്ങളും അതുപോലെ തന്നെ ബുദ്ധിമുട്ടുകളും ഉപദ്രവങ്ങളും പീഡനങ്ങളും ഏറ്റുവാങ്ങിക്കൊണ്ടിരിക്കുന്നു. ഇത് സംഭവിക്കുക തന്നെ ചെയ്യുമെന്ന് അല്ലാഹു തആല ആണയിട്ട് പറയാണ്. അപ്പോൾ ഇവിടെ ലോകത്തുടനീളം പീഡിപ്പിക്കപ്പെടുന്നത് മുസ്ലിങ്ങൾ. പക്ഷേ അവരെ പീഡിപ്പിക്കുന്നത് ആരാണെന്ന് ചോദിച്ചാൽ അവരല്ലാത്ത എല്ലാവരുമാണ്. ഇത് കാണുമ്പോൾ പ്രത്യക്ഷത്തിൽ നമുക്ക് തോന്നുക, അതല്ലെങ്കിൽ പ്രചണ്ഡമായി പ്രചരിപ്പിക്കപ്പെടുന്നത് നമ്മുടെ മുസ്ലിങ്ങളിൽ തന്നെ നല്ലൊരു വിഭാഗം പറയുന്നതായ സംഗതി എന്താ വെച്ചാൽ പീഡിപ്പിക്കപ്പെടുന്ന എല്ലായിടത്തും മുസ്ലിങ്ങളാണ്. എന്നാൽ അവരെ പീഡിപ്പിക്കുന്നതാവട്ടെ, അവരെ നാട്ടിൽ നിന്ന് പുറത്താക്കുന്നതാകട്ടെ, അവരുടെ പൗരത്വം ഇല്ലാതാക്കുന്നതാവട്ടെ, അത് ലോകത്തുടനീളമുള്ള വ്യത്യസ്ത വിഭാഗങ്ങളാണ്, മതമുള്ളവരും ഇല്ലാത്തവരൊക്കെ. അപ്പൊ പിന്നെ കുഴപ്പം മുസ്ലിമീങ്ങളെ തന്നെ അല്ലേ? അങ്ങനെയാണ് ചിന്ത. വ്യാപകമായി പ്രചരിപ്പിക്കപ്പെടുന്നത് അങ്ങനെയാണ്. എന്നാൽ നമ്മുടെ മുസ്ലിങ്ങളുടെ കൂട്ടത്തിൽ തന്നെ പ്രത്യേകിച്ച് അഭ്യസ്ത വിദ്യരായ ആളുകൾക്കാണ് ഈ തെറ്റിദ്ധാരണ കൂടുതലുള്ളത്. ഇപ്പൊ ഇന്നലെ ഒരു വക്കീലാണ് 88 വയസ്സുണ്ട് മൂപ്പർക്ക്, വളരെ കാലം പിന്നെ സർവീസിലിരുന്ന ആളാണ്. ഇന്നലെ മൂപ്പരുമായി സാന്ദർഭികമായിട്ട് സംസാരിച്ചപ്പോൾ മൂപ്പര് ഈ കാര്യം പറഞ്ഞു, മുസ്ലിങ്ങൾ എല്ലാവരാലും എല്ലായിടത്തും ഉപദ്രവിക്കപ്പെടുന്നല്ലോ, എന്താ അതിന്റെ കുഴപ്പം? അപ്പൊ തകരാറ് നമ്മുടെ ഭാഗത്താണ് എന്ന രൂപത്തിലാണ്, അങ്ങനെ പറഞ്ഞില്ലെങ്കിലും മൂപ്പരുടെ സംസാരം അങ്ങനെയാണ് തോന്നുന്നത്. എന്നാൽ ഇതിൻ്റെ
ശരിയായ ഗുട്ടൻസ് നാം പരിശുദ്ധ ഖുർആന്റെ അടിസ്ഥാനത്തിൽ മനസ്സിലാക്കേണ്ടതുണ്ട്. ഇതിന്റെ അടിസ്ഥാനപരമായ ഗുട്ടൻസ് എന്താ വെച്ചാല് ഖുർആൻ പറഞ്ഞിട്ടുണ്ട് വമാൻ അഖമൂ മിൻഹും. ഈ ചരിത്രത്തിൽ ഒരു കാലഘട്ടത്തിൽ സത്യവിശ്വാസികളെ ഒന്നായിട്ട് കിടങ്ങുകളിൽ, ആ രാജ്യത്തെ ഭരണകൂടം, രാജാവ് വലിയ കിലോമീറ്റർ കണക്കിന് ദൂരത്തിൽ കിടങ്ങ് കുഴിച്ചിട്ട് അതിൽ ദിവസങ്ങളോളം വലിയ വലിയ മരത്തടികൾ കൊണ്ടിട്ട് ആളി കത്തിച്ചിട്ട് സത്യവിശ്വാസികളായ ആളുകളെ അതിലേക്ക് ഇങ്ങനെ എടുത്തെറിയായിരുന്നു. എന്നിട്ട് ആ കിടങ്ങിന്റെ വക്കിൽ ഇരുന്നു കൊണ്ട് ആളിങ്ങനെ ആസ്വദിക്കുകയാണ്. ഈ രാജാവും പരിവാരങ്ങളും നേർക്ക് നേരെ ആസ്വദിക്കുകയാണ്. ഇന്നത് കുറച്ച് ഹൈടെക് ആയി എന്ന് മാത്രം. ഇന്ന് മിസൈൽ ആക്രമണത്തിലൂടെയും ബോംബാക്രമണത്തിലൂടെയും മുസ്ലിങ്ങൾ കത്തിക്കരിയുന്നത്, ഗാസയിലും ഇറാനിലൊക്കെ കത്തിക്കരിയുന്നത് ബിന്യാമിൻ നെതന്യാഹുവും ഈ പറഞ്ഞ ട്രംപും ഒക്കെ അതിങ്ങനെ ക്യാമറയിലാണ് കാണുന്നത് എന്ന വ്യത്യാസമുള്ളൂ. അതിങ്ങനെ ആസ്വദിക്കുകയാണ്. ഫലസ്തീനിലെ അവിടുത്തെ വിമോചന പ്രസ്ഥാനമായ ഹമാസ് രൂപീകരിച്ച് കെട്ടിപ്പടുത്ത ഷെയ്ഖ് അഹമ്മദ് യാസീൻ അൽ അസ്ഹർ ബിരുദധാരിയാണ്. പള്ളിയില് ഖത്തീബായിരുന്നു. വീൽ ചെയറിലാണ് നടക്കുക. സുബഹി നമസ്കാരത്തിന് ശേഷം ഫലസ്തീനിലെ ഗാസയിൽ നിന്ന് പള്ളിയിൽ നിന്ന് പുറത്തു വരുമ്പോഴാണ് ഹെലികോപ്റ്ററിൽ നിന്ന് മിസൈൽ ആക്രമണം നടത്തിയത്. ഇസ്രായേൽ പ്രധാനമന്ത്രിയും പ്രസിഡന്റൊക്കെ നേർക്ക് നേരെ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഈ ആക്രമണം നടത്തിയത്. ഞാനൊക്കെ കുവൈത്തിലുള്ള സമയത്താ വമ്പിച്ച പ്രതിഷേധ യോഗം കുവൈത്തിൽ വെച്ച് നടത്തി. പല മുസ്ലിം രാജ്യങ്ങളുടെയും അംബാസഡർമാർ പങ്കെടുത്ത പരിപാടിയായിരുന്നു. ഞാൻ ഫുൾ ടൈം അതിലുണ്ടായിരുന്നു. അപ്പൊ പറഞ്ഞു വരുന്നത്, ഇത് എക്കാലത്തും ചരിത്രത്തിലുടനീളം നടന്നിട്ടുള്ളതാണ്. ഈ സംഭവം വിവരിച്ച ശേഷം സൂറത്തുൽ ബുറൂജിൽ അല്ലാഹു തആല പറയുന്നു വമാ നഖമൂ മിൻഹും. ഇങ്ങനെയൊക്കെ മൃഗീയമായ പീഡനങ്ങൾക്ക് വിധേയരാവാൻ അവർ ചെയ്ത തെറ്റെന്താണ്? വമാ നഖമൂ മിൻഹും, അവരൊരു തെറ്റും ചെയ്തിട്ടില്ല. ഇല്ലാ അൻ യുഅ്മിനൂ ബില്ലാഹിൽ അസീസിൽ ഹമീദ്. സ്തുത്യർഹനും പ്രതാപശാലിയുമായ ഏകനായ അല്ലാഹു സുബ്ഹാനഹു വ തആലയിൽ വിശ്വസിച്ചു എന്നൊരു തെറ്റല്ലാതെ അവരൊന്നും ചെയ്തിട്ടില്ല. ഇന്നും മുസ്ലിങ്ങൾ ഫലസ്തീനിലാവട്ടെ, ഇറാനിലാവട്ടെ, ഇന്ത്യയുടെ വിവിധ സ്റ്റേറ്റുകളിലാവട്ടെ, ഏതേത് രാജ്യത്താവട്ടെ പീഡിപ്പിക്കപ്പെടുന്നതിന്റെ അടിസ്ഥാനപരമായ കാരണം അവർ മുസ്ലിങ്ങളായി ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ആദർശം സ്വീകരിച്ചു എന്നതാണ്. അതെന്തിനാണ് ഒരു ആദർശം സ്വീകരിച്ചാൽ അവർ പീഡിപ്പിക്കപ്പെടുന്നത്? എന്താണ് അതിൻ്റെ പേരിൽ അവർ ഉപദ്രവിക്കപ്പെടുന്നത്? പരിശുദ്ധ ഖുർആൻ ആദ്യാവസാനം ആശയസഹിതം മനസ്സിലാക്കിയെങ്കിലേ നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റുള്ളൂ, കൃത്യമായിട്ട് അത് ഉൾക്കൊള്ളാൻ സാധിക്കുള്ളൂ. പക്ഷേ അതിൻ്റെ രത്ന ചുരുക്കം പറഞ്ഞാൽ, മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം അവരുടെ വിശ്വാസം, അവരുടെ ആദർശം, അവരുടെ കാഴ്ചപ്പാട്, അവരുടെ ഹലാൽ ഹറാം, ഇത് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ പരിശുദ്ധ വേദഗ്രന്ഥത്തിൽ നിന്ന് ഉരുവം കൊള്ളുന്നതാണ്. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തിൽ നിന്ന് പഠിക്കുന്നതാണ്. അപ്പൊ അവരെ സംബന്ധിച്ചിടത്തോളം ഹറാമും ഹലാലും, അവരുടെ ജീവിത രീതി, അവരുടെ ആചാരം, അവരുടെ സമ്പ്രദായം എല്ലാം ഖുർആനിൽ നിന്നും സുന്നത്തിൽ നിന്നും ഉരുവം കൊള്ളുന്നതാണ്. ഇതിന് വിരുദ്ധമായി ജീവിക്കുന്നവർ മുസ്ലിങ്ങളിലെ ഉണ്ട്. പക്ഷേ മുസ്ലിങ്ങളുടെ സാമൂഹ്യ മനസ്സാക്ഷി, മുസ്ലിം സമൂഹത്തിന്റെ നിലപാട് അത് ഈ ഖുർആനിലും സുന്നത്തിലും അധിഷ്ഠിതമായിരിക്കും. അതിൽ നിന്ന് അവരെ മാറ്റാൻ സാധ്യമല്ല, മാറുകയുമില്ല. ഇതാവട്ടെ ഈ സത്യവിശ്വാസികളല്ലാത്ത ആളുകൾക്ക് ഒരിക്കലും ഉൾക്കൊള്ളാൻ കഴിയുന്നതിൻ്റെ അപ്പുറമാണ്. എന്താ കാരണം? നമ്മൾ നേരത്തെ പറഞ്ഞു, അവരെയൊക്കെ നയിക്കുന്നത് അടിസ്ഥാനപരമായി അവരുടെ ഹവയാണ്, അവരുടെ താല്പര്യങ്ങളാണ്, അവരുടെ അഭീഷ്ടങ്ങളാണ്. അതുകൊണ്ട് തന്നെ ഒരു കാര്യം അവർ തെറ്റാണ് എന്ന് മനസ്സിലാക്കുന്നുണ്ടെങ്കിൽ തന്നെ അതിനെതിരെ ശക്തമായ നിലപാട് അവർക്ക് എടുക്കുക സാധ്യമല്ല, അവരെടുക്കുകയുമില്ല. ഒരു ഉദാഹരണം പറയാം. കേരള സംസ്ഥാനത്ത് മദ്യനിരോധം നടപ്പാക്കാൻ വേണ്ടി തീരുമാനിക്കുകയാണ്, സങ്കല്പിക്കുക. ഒരു ഭരണകൂടം അതിനു വേണ്ടി ശ്രമിക്കുകയാണ്. മദ്യനിരോധം നിശേഷം ബാറ് പോലും അങ്ങ് നിർത്തുകയാണ്. ഇവിടെ ഒരു റഫറൻഡം നടത്തുകയാണെങ്കിൽ മുസ്ലിങ്ങള്, ക്രിസ്ത്യാനികൾ, ഹിന്ദുക്കൾ 3 വിഭാഗമാണല്ലോ. ഈ സമുദായങ്ങൾക്കിടയിൽ ഒരു റഫറൻഡം നടത്തുന്നു കേരള സംസ്ഥാനത്ത് മദ്യം നിരോധിക്കുന്ന വിഷയത്തിൽ. എന്തായിരിക്കും റിസൾട്ട്?
ആ നിരോധനത്തിന് അനുകൂലമായിട്ടായിരിക്കും ഒരു സമൂഹം എന്ന നിലയ്ക്ക് മുസ്ലിങ്ങൾ നിലപാടെടുക്കുക. യാതൊരു സംശയവുമില്ല. ഷിബു ബേബി ജോൺ ഉമ്മൻചാണ്ടി ഭരണകൂടത്തിലെ മന്ത്രിയായിരുന്നു. ആ ഷിബു ബേബി ജോൺ ഒരിക്കൽ പറഞ്ഞു, ഉമ്മൻചാണ്ടിയുടെ കാലത്ത് ഇവിടുത്തെ ചാരായമൊക്കെ നിരോധിച്ചല്ലോ. ഷിബു ബേബി ജോൺ പറഞ്ഞു, ആ മദ്യനിരോധത്തെക്കുറിച്ച് ചർച്ച ചെയ്യാൻ വേണ്ടി നടത്തിയ മീറ്റിംഗിൽ ഒരു വിഭാഗം മാത്രമാണ് മദ്യനിരോധത്തിന് അനുകൂലമായി ശബ്ദിച്ചത്. ശബ്ദിക്കുക മാത്രമല്ല, മസിൽ പിടിച്ചുകൊണ്ട് അത് നടപ്പാക്കുക തന്നെ ചെയ്തു. ആരാണ്? ഇനി പറയേണ്ട കാര്യമൊന്നുമില്ല. എന്നാൽ മറുവിഭാഗമൊക്കെ അനുകൂലമായിരുന്നില്ല. പക്ഷേ മുസ്ലിങ്ങളുടെ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം മസിൽ പിടിച്ചു നടപ്പാക്കിയേ തീരൂ. അങ്ങനെ നടപ്പാക്കി. പിന്നെ അതിന് വെള്ളം ചേർത്തുകൊണ്ടേയിരിക്കുന്നു. ഇപ്പൊ അതൊക്കെ വെള്ളത്തിലാക്കി. ഒരു മദ്യനിരോധത്തിന്റെ കാര്യം മാത്രമായി പറഞ്ഞു. ഇനി പലിശ നിരോധിക്കാനുള്ള ശ്രമം ഇവിടെ നടത്തുകയാണെന്ന് സങ്കല്പിക്കുക. ആരാ പിന്നിലുണ്ടാവുക? മുസ്ലിങ്ങൾ ഉണ്ടാകും. മുസ്ലിങ്ങളെ ഉണ്ടാകൂ. ഇവിടെ പലിശ വിമുക്തമായ ഒരു ബാങ്കിംഗ് സമ്പ്രദായം തുടങ്ങാൻ ഞങ്ങൾക്ക് അനുവാദം നൽകണമെന്ന് സ്വതന്ത്ര ഭാരതത്തിൽ ഇന്ദിരാഗാന്ധി പ്രധാനമന്ത്രിയായ കാലം മുതൽ നിരന്തരം ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന മുസ്ലിങ്ങൾ മാത്രമാണ്. എന്നാൽ ഈ രണ്ട് കാര്യങ്ങൾ എടുക്കുക. മദ്യനിരോധം, മദ്യം നല്ലതാണോ എന്ന് ചോദിച്ചാൽ ഹിന്ദുക്കളും പറയും, ക്രിസ്ത്യാനികളും പറയും, അല്ലാത്തവരും പറയും നല്ലതല്ല, ഗുണമല്ല. എന്നാൽ അത് നിരോധിക്കുന്ന കാര്യത്തിലോ അവർക്ക് ഏകകണ്ഠമായ നിലപാടുണ്ടോ? ഇല്ല. പലിശയുടെ കാര്യത്തിലോ പലിശ നല്ലതാണ് എന്നൊരിക്കലും അവർ പറയില്ല. പക്ഷെ നിരോധിക്കുന്ന വിഷയത്തിൽ അവർ ഒറ്റക്കെട്ടാകുമോ? അവർ അനുകൂലിക്കുമോ? ഇല്ല. എന്താണ് കാരണം? ഇത് രണ്ട് ഉദാഹരണം മാത്രം ഉദാഹരണങ്ങൾ മാത്രം പറയുകയാണ്. സർവ്വ ഹലാലിന്റെയും ഹറാമിന്റെയും കാര്യത്തിൽ ഇതാണ് യാഥാർത്ഥ്യം. ഇവിടെ പരിശുദ്ധ ഖുർആൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹറാം എന്ന് പറഞ്ഞ വിഷയത്തിൽ മുസ്ലിം സമൂഹം അതിന്റെ ഒപ്പം നിലകൊള്ളും. ഒരു സമൂഹം എന്ന നിലക്കായി പറഞ്ഞത്. നല്ല കുടിയന്മാർ സമുദായത്തിലുണ്ട്. പക്ഷെ ഒരിക്കലും സമുദായം ആ നിലപാട് സ്വീകരിക്കുകയില്ല. മുസ്ലിം സമുദായത്തിന്റെ സാമൂഹ്യ മനസ്സാക്ഷി എപ്പോഴും ഹക്കിനൊപ്പമായിരിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, എന്റെ സമുദായം ഒരു തെറ്റിന്റെ, ഒരു തിന്മയുടെ വിഷയത്തിൽ ഒന്നിക്കുകയില്ല. ഒരു തിന്മ നടപ്പാക്കുന്ന വിഷയത്തിൽ മുസ്ലിം സമുദായത്തിന്റെ ഏകകണ്ഠമായ മേലപ്പ് ലഭിക്കുകയില്ല. അങ്ങനെ സംഭവിക്കുന്ന ഒരു ഘട്ടം വന്നാൽ അപ്പോഴാണ് സൂർ എന്ന കാഹളത്തിൽ ഊതുക. ഖിയാമത്ത് നാൾ, ഈ ലോകത്തിന്റെ അവസാനം അപ്പോഴായിരിക്കും. മറിച്ച് എപ്പോഴും 51% ഈ മുസ്ലിം സമുദായം നന്മയോടൊപ്പമായിരിക്കും, തിന്മക്കെതിരായിരിക്കും. ഇത് മറ്റുള്ളവർക്ക് സഹിക്കാൻ കഴിയുന്നതിന്റെ അപ്പുറമാണ്. വെള്ളാപ്പള്ളി നടേശനും സുകുമാരൻ നായരും ഒക്കെ ഉറഞ്ഞു തുള്ളുന്നത് ഈ വക കാരണങ്ങളാലാണ്. പക്ഷെ പുറത്തേക്ക് പറയില്ല. അബക്കാരി കോൺട്രാക്ടറായ വെള്ളാപ്പള്ളി നടേശൻ ഉറഞ്ഞു തുള്ളിക്കൊണ്ടേയിരിക്കുക സമുദായത്തിനെതിരെ. യഥാർത്ഥ കാരണം അവൻ പറയില്ല. അപ്പൊ പറഞ്ഞു വരുന്നത്, അടിസ്ഥാനപരമായി മുസ്ലിങ്ങൾ പീഡിപ്പിക്കപ്പെടാനും വെറുക്കപ്പെടാനും അവർ നാട് കടത്തപ്പെടാനും കാരണം എന്താണെന്ന് ചോദിച്ചാൽ, മുസ്ലിങ്ങളുടെ നിലപാട് ഹറാമിന്റെയും ഹലാലിന്റെയും ആദർശത്തിന്റെയും അടിസ്ഥാനത്തിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് മാത്രമേ ഹലാലും ഹറാമും തീരുമാനിക്കാൻ അധികാരമുള്ളൂ. ആ അള്ളാഹുവിന്റെ നിയമപ്രകാരമാണ് ഈ ലോകത്ത് ജീവിക്കേണ്ടത്. അതിനു വേണ്ടി നിലകൊള്ളുന്നവരാണ് മുസ്ലിങ്ങൾ. എന്നാൽ മറ്റുള്ളവർ ഇതൊക്കെ തെറ്റാണ് എന്ന് പറയുമെങ്കിലും ഒരിക്കലും ആ തെറ്റുകൾ നിരോധിക്കാൻ, ഇല്ലായ്മ ചെയ്യാൻ അവർ മുന്നോട്ട് വരികയില്ല. ഒരു സമൂഹം എന്ന നിലയ്ക്ക് മുന്നോട്ട് വരികയില്ല. മദ്യനിരോധന സമിതിയുടെ പ്രവർത്തകരായി ഹിന്ദുക്കൾ ഉണ്ടാവും, ക്രിസ്ത്യാനികൾ ഉണ്ടാവും, അച്ഛന്മാരുണ്ടാകും, ഒക്കെ ഉണ്ടാകും. പക്ഷെ ഒരു സമുദായം എന്ന നിലക്കുണ്ടാവില്ല. അതുകൊണ്ട് തന്നെ ലോകത്തുടനീളം മുസ്ലിം സമുദായത്തിന്റെ എതിർപക്ഷത്താണ് ഇവർ ഉണ്ടാകുക. എക്കാലത്തും അങ്ങനെയാണ്. നബിയുടെ കാലത്ത് അങ്ങനെയായിരുന്നു, ഇന്നും അങ്ങനെയാണ്. ഇത് നമ്മളൊന്ന് മനസ്സിലാക്കണം. ഇക്കാരണങ്ങളാലാണ് മുസ്ലിം സമൂഹം വെറുക്കപ്പെടുന്നത്, എതിർക്കപ്പെടുന്നത്, പീഡിപ്പിക്കപ്പെടുന്നത്. അഭ്യസ്തവിദ്യരായ മുസ്ലിങ്ങള് ശരിക്ക് മനസ്സിൽ ഉറപ്പിച്ച് നാവ് കൊണ്ട് വെളിവാക്കി പറയേണ്ട ഒരു യാഥാർത്ഥ്യമാണ്. ഇതാണ് ഇവിടെ അല്ലാഹു തആല ഈ ആയത്തിൽ പറയുന്നത്. ഇനി എന്താണ് ഇതിന്റെ പരിഹാരം? ചിലരൊക്കെ പറയാറുണ്ട്, മുസ്ലിങ്ങള് പിന്നെ മുഖ്യധാരയിൽ അങ്ങോട്ട് ലയിച്ചു ചേരണം,
മുഖ്യധാര എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞൊക്കെയാണ് ധാര. മനസ്സിലായില്ലേ? അങ്ങനെ മുസ്ലിങ്ങൾ മറ്റവരുമായി മിങ്കിൾ ചെയ്തിട്ട് പിന്നെ ഒരു കോംപ്രമൈസ് ഒക്കെ ചെയ്തിട്ട് മുന്നോട്ട് പോകാൻ തയ്യാറാവണം. എന്നാൽ മുസ്ലിങ്ങൾക്ക് രക്ഷയുണ്ട്. അങ്ങനെ കുറെ കൂട്ടരൊക്കെ ഉണ്ടായിരുന്നു, ദേശീയ മുസ്ലിങ്ങൾ എന്നൊക്കെ പറഞ്ഞിട്ട് കുറെ പരീക്ഷണമൊക്കെ നടത്തിയതാ, ഒരിക്കലും വിജയിക്കാൻ പോകുന്നില്ല. മുസ്ലിങ്ങൾ അങ്ങോട്ട് ഈ ദീനുൽ ഇസ്ലാമിനെ കൈയൊഴിച്ച് മുർത്തദ്ദാകുന്നത് വരെ അവർ തൃപ്തിപ്പെടാൻ പോകുന്നില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അഭിസംബോധന ചെയ്തുകൊണ്ട് അല്ലാഹു തആല പറഞ്ഞു, വലൻ തർദാൻകൽ യഹൂദ് വന്നസാറ, താങ്കളെ കുറിച്ച് ക്രിസ്ത്യാനികളാവട്ടെ ജൂതന്മാരാവട്ടെ തൃപ്തിപ്പെടാൻ പോകുന്നേ ഇല്ല. താങ്കൾ എത്ര മഹത്തായ സ്വഭാവവും എത്ര അങ്ങേയറ്റത്തെ വിട്ടുവീഴ്ചയും കാണിച്ചാലും എത്ര തന്നെ ഉപകാരം ചെയ്താലും വലൻ തർദാൻകൽ യഹൂദ് വന്നസാറ, ഈ യഹൂദികളും നസ്രാനികളും ഒരിക്കലും താങ്കളെ തൃപ്തിപ്പെടാൻ പോകുന്നില്ല. ഇതുവരെ താങ്കൾ അവരുടെ മാർഗം സ്വീകരിച്ച് അവർ ജീവിക്കുന്നത് പോലെ, അവരെന്തെന്ന ആദർശമാണോ, എന്ത് ഹറാമും ഹലാലുമായിട്ടാണോ അവര് ജീവിക്കുന്നത്, അത് പ്രകാരം അവരോടൊപ്പം മിങ്കിൾ ചെയ്യാൻ തയ്യാറാകുന്നത് വരെ. ഇവിടെ ഇപ്പം മുസ്ലിങ്ങൾ കേരളത്തിലെ മാത്രം കാര്യം എടുത്താല് ഇവിടെ വല്ല ദുരന്തവും ബുദ്ധിമുട്ടും കഷ്ടപ്പാടും ഒക്കെ ഉണ്ടാവുമ്പോൾ ആരാണ് സഹായിക്കാൻ മുമ്പോട്ട് വരുന്നത്? നമ്മൾ കണ്ടതല്ലേ വയനാട് ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും എല്ലാവരും ജീവിക്കുന്ന ഒരു പ്രദേശത്ത് ഒരു ദുരന്തം ഉണ്ടായിട്ട് ആരാ സഹായിക്കാൻ മുൻപോട്ട് വന്നത്? ഇരിക്കക്കൂര നഷ്ടപ്പെട്ട് പീഡിക തിണ്ണയിലും സ്കൂൾ വരാന്തയിലും വാടകയ്ക്കുമൊക്കെ താമസിച്ചു കൊണ്ടിരുന്നവർക്ക് കിടപ്പാടം തുറന്നു കൊടുത്തത് ആദ്യമായിട്ട് ആരാ നമ്മൾ കണ്ടതല്ലേ? ആ 100 ചില്ലുവാനം വീടുകളിൽ സാദിഖ് അലി ശിഹാബ് തങ്ങൾ തറക്കല്ലിട്ട വീടിന് അവരൊക്കെ അവകാശവാദം ഉന്നയിച്ചപ്പോൾ നറുക്കെട്ട് കൊണ്ട് സരോജിനി അമ്മക്ക് ആ വീട് കൊടുത്തത് ആരാ? കൊല്ലം ജില്ലയിൽ വെടിക്കെട്ട് അപകടത്തിൽ ക്ഷേത്രത്തിലാണ് കൊല്ലപ്പെട്ടത് മുഴുവൻ ഹിന്ദുക്കളാ. ലക്ഷക്കണക്കിന് രൂപ കൊല്ലപ്പെട്ട വീട്ടുകാർക്ക് കൊടുത്തത് ആരാ? യൂസുഫ് അലിയാ കൊടുത്തത്. ഇത് കേരളത്തിൽ മാത്രമല്ല, ലോകത്തുടനീളം കഷ്ടപ്പെടുന്നവന്റെ കണ്ണീരപ്പാൻ, പട്ടിണി കിടക്കുന്നവരെ പട്ടിണി അകറ്റാൻ സ്വന്തം പോക്കറ്റിൽ നിന്ന് കാശ് ചെലവഴിച്ചുകൊണ്ട് മുൻപിൽ നിൽക്കുന്നത് മുസ്ലിം സമൂഹമാണ്. ഐക്യരാഷ്ട്രസഭ പോലും മാനുഷികത്തിന്റെ പിതാവ് എന്ന സർട്ടിഫിക്കറ്റ് കൊടുത്തത് കുവൈത്ത് അമീർ ഷെയ്ഖ് സബാഹിനാണ്. എന്തിന്റെ പേരിലാണ്? ഇതിന്റെയൊക്കെ പേരിലാണ്. എന്നാൽ ഇവരുടെ ആർക്ക് വേണ്ടി സഹായിക്കുന്നോ? മനുഷ്യ സമൂഹത്തിന് വേണ്ടി. ഇവരെയൊക്കെ കണ്ണീരപ്പാൻ മുമ്പോട്ട് വന്നവരല്ലേ? അവരോടുള്ള ഈ ദേഷ്യം കുറച്ച് കുറക്കാം, അവരോടുള്ള വെറുപ്പ് ഡോസ് കുറച്ച് കളയാം, അവരോട് നമുക്കൊന്ന് കുറച്ച് അടുത്ത് നിൽക്കാം, അവരെ പീഡിപ്പിക്കുന്നതൊക്കെ ഒന്ന് നിർത്താം. ആരെങ്കിലും തീരുമാനിക്കുന്നുണ്ടോ? ഇല്ല. എന്താണ് കാരണം? അടിസ്ഥാനപരമായ കാരണം അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ദീൻ അനുസരിച്ച് ജീവിക്കുന്നവരാണ്, അത് അംഗീകരിച്ചവരാണ് ചുരുങ്ങിയ പക്ഷം. അത് പ്രകാരം പൂർണ്ണമായി ജീവിക്കുന്നില്ലെങ്കിൽ പോലും ഇതാണ് കാരണം. അവരൊരു തെറ്റും ചെയ്തിട്ടില്ല, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ആദർശം സ്വീകരിച്ചു എന്നല്ലാതെ. ഇത് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. ഇനി എന്താ ഇതിന് പരിഹാരം? ഇവരുടെ ആട്ടും തുപ്പും ഇവരുടെ പീഡനങ്ങളും കുത്തുവാക്കുകളും എല്ലാം ഏറ്റുവാങ്ങിക്കൊണ്ട് അങ്ങനെ പതിതരായി ജീവിക്കുകയാണോ? അല്ല. അല്ലാഹു തആല ഇതേ ആയത്തിൽ പറയുന്നു, വഇൻ തസ്ബിറൂ, നിങ്ങൾ ക്ഷമ അവലംബിക്കുകയും വതത്തഖൂ, അള്ളാഹുവിനെ സൂക്ഷിക്കുകയും ചെയ്ത. ഇവിടുത്തെ സൂക്ഷിക്കുക എന്ന് പറഞ്ഞാൽ വലിയ ഇതുണ്ട്. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസിൽ പറഞ്ഞു, നിന്നോട് പെരുമാറുന്നതിൽ, നിന്നോട് ഇടപെടുന്നതിൽ ഹക്കും ബാത്തിലും പരിഗണിക്കാത്ത വളരെ മോശമായി പെരുമാറുന്നവനോട് നീ ചെയ്യേണ്ട പ്രതികാരം എന്താണെന്ന് വെച്ചാൽ, പ്രതികാരം ചെയ്യണം നബി പറഞ്ഞു. എങ്ങനെയാണെന്നറിയോ? അവനോട് ഇടപെടുന്ന വിഷയത്തിൽ നീ അള്ളാഹുവിനെ തഖ്വ ചെയ്യുക. ഇങ്ങോട്ട് ശകാരിക്കുകയാണ് ചെയ്യുക, എന്നാൽ അങ്ങോട്ട് നല്ല വാക്ക് പറയുക. ഇങ്ങോട്ട് ഉപദ്രവിക്കുകയാണ് ചെയ്യുക, എന്നാൽ അങ്ങോട്ട് ഉപകാരം ചെയ്യുക. ഇങ്ങോട്ട്
ലാനത്ത് ചെയ്യാണ്, ശപിക്കുകയാണ്. എന്നാൽ അവന് വേണ്ടി അങ്ങോട്ട് ദുആ ചെയ്യുക, അള്ളാഹു ഹിദായത്ത് കൊടുക്കണേ, വിവരമില്ലാത്തതുകൊണ്ട് ചെയ്യുന്നതാണ്. ഇതാണ് വതത്തഖു. ഈ കുത്തുവാക്കുകളും പീഡനങ്ങളൊക്കെ ഏറ്റുവാങ്ങുന്നതോടൊപ്പം നിങ്ങൾ ഇതിലൊക്കെ ക്ഷമ അവലംബിക്കുകയും അള്ളാഹുവിനെ തഖ്വ ചെയ്യുകയും ചെയ്യുകയാണെങ്കിൽ ഫഇന്ന ദാലിക മിൻ അസ്മിൽ ഉമൂർ, തീർച്ചയായും അത് അങ്ങേയറ്റത്തെ ദൃഢനിശ്ചയമുള്ള കാര്യങ്ങളിൽപ്പെട്ടതാകുന്നു. സാധാരണക്കാർക്ക് കഴിയില്ല നല്ല ദൃഢനിശ്ചയം. അതുകൊണ്ടാണല്ലോ 1.25 ലക്ഷത്തോളം പ്രവാചകന്മാർ ലോകത്ത് വന്നിട്ടുണ്ട്. അതിൽ 5 പ്രവാചകന്മാരെ കുറിച്ച് ഉലുൽ അസ്മുകൾ, അങ്ങേയറ്റത്തെ ദൃഢനിശ്ചയം ഉടയവർ എന്ന് നമ്മൾ പറയുന്നത്, അവരൊക്കെ നമുക്കറിയാം. 5 പേര്. ഈ 5 പേരാണ് മൊത്തം അംബിയാ മുർസലീങ്ങളുടെ നേതാക്കന്മാർ. അപ്പോൾ ഈ ദീനുമായി വരുമ്പോൾ, ഈ ദീനനുസരിച്ച് ജീവിക്കുമ്പോൾ, ഇത് ദഅവത്ത് ചെയ്യുമ്പോൾ ഈ പറഞ്ഞ അക്രമമർദ്ദനങ്ങളൊക്കെ ഏറ്റുവാങ്ങേണ്ടി വരും. അപ്പോഴൊക്കെ ക്ഷമ അവലംബിക്കുകയും തഖ്വ ചെയ്യുകയും ചെയ്യുക. അതാണ് നിങ്ങൾ ഫോളോ ചെയ്യേണ്ടത്. ഓക്കെ, അപ്പൊ എന്നും ഇത് നമ്മളിത് ഏറ്റുവാങ്ങിക്കൊണ്ട് ജീവിക്കുകയാണോ എന്നല്ല അല്ലാഹു തആല പറഞ്ഞത്. ഈ മാർഗം അവലംബിക്കുകയാണെങ്കിൽ ഫഇദല്ലദീ ബൈനക വബൈനഹു അദാവത്തുൻ കഅന്നഹു വലിയ്യുൻ ഹമീം, ആരാണോ നിങ്ങളോട് ഈ ശത്രുത പ്രകടിപ്പിക്കുന്നത്, നിങ്ങളെ ഉപദ്രവിക്കുന്നത്, നിങ്ങളെ കഷ്ടപ്പെടുത്തുന്നത്, അവർക്കും നിങ്ങൾക്കുമിടയിൽ കഅന്നഹു വലിയ്യുൻ ഹമീം, ഉറ്റ മിത്രത്തെ പോലെ ആയിത്തീരും. ആ ഒരു പ്രോസസ്സിങ് നടക്കണമെങ്കിൽ ഈ അല്ലാഹു തആല പറഞ്ഞ ക്ഷമ അവലംബിക്കുക, തഖ്വ ചെയ്യുക, അവരോട് തഖ്വയോട് കൂടി വർത്തിക്കുക എന്ന സമീപനം സ്വീകരിക്കണം. അപ്പം ഈ ശത്രുതയൊക്കെ വഴിമാറിയിട്ട് അത് അങ്ങേയറ്റത്തെ ഒരു സൗഹൃദവും സാഹോദര്യവും ഒക്കെ ആയി മാറും. ഇതാണ് സംഭവിച്ചത്. അപ്പൊ ആർക്കത് ആദ്യം അനുഭവിക്കേണ്ടി വന്നത്? നബിക്കും സഹാബികൾക്കും അല്ലേ. മക്കയിൽ നിന്ന് അത് അനുഭവിച്ചിട്ടല്ലേ അവര് പുറത്ത് പോകേണ്ടി വന്നത്. മദീനയിൽ ജൂതന്മാരിൽ നിന്ന് ഇതൊക്കെ വാങ്ങേണ്ടി വന്നില്ലേ. അവസാനം എന്താണ് സംഭവിച്ചത്? ഈ മക്കയിലുള്ള എല്ലാവരും ഇസ്ലാം സ്വീകരിച്ചു. കഅന്നഹു വലിയ്യുൻ ഹമീം, ഉറ്റമിത്രത്തെ പോലായി തീർന്നു. എന്നാൽ പിന്നെ എല്ലാവരും അങ്ങനെ ആവുമോ? എല്ലാവരും ആകൂല. പക്ഷെ എന്തുണ്ട്? ഈ ശത്രുതയിൽ തന്നെ നിലകൊള്ളുന്ന ഈ മുസ്ലിങ്ങൾക്കെതിരെ അക്രമമർദ്ദന പീഡനങ്ങൾ അഴിച്ചുവിടുന്നവർക്കെതിരിൽ അവസാനം അല്ലാഹു സുബ്ഹാനഹു വ തആല മുസ്ലിങ്ങൾക്ക് സഹായം നൽകും, മുസ്ലിങ്ങൾ വിജയിക്കും. അതാണ് പിന്നെ ഉണ്ടായത്. അങ്ങനെയാണ് ബദർ, ഉഹദ്, ഖന്തഖ് എല്ലാം ഉണ്ടാകുന്നത്. അന്തിമ വിജയം സത്യത്തിനായിരിക്കും, മുസ്ലിങ്ങൾക്കായിരിക്കും. അത് ഇന്നും അത് തന്നെയാണ് സംഭവിക്കുക. പക്ഷെ അത് സംഭവിക്കണമെങ്കിൽ അല്ലാഹു തആല പറഞ്ഞ കാര്യം നമ്മൾ ഫോളോ ചെയ്യണം. അള്ളാഹുവിന്റെ കൽപ്പന നാം പിന്തുടരുമ്പോൾ, നാം ഫോളോ ചെയ്യുമ്പോൾ അള്ളാഹുവിന്റെ വാഗ്ദാനം അല്ലാഹു തആല നടപ്പാക്കും. ഇതാണ് ചരിത്രത്തിൽ ഉണ്ടായത്. ഇന്നും അത് തന്നെയാണ്. നാം ഈ കൽപ്പനകൾ അനുസരിച്ച് നാം ജീവിക്കുന്ന നാട്ടിൽ നമ്മുടെ ഈ പറഞ്ഞ ഇതര മതസ്ഥരോട്, മതമില്ലാത്തവരോടൊക്കെ പെരുമാറാൻ തയ്യാറായാൽ എന്ത് സംഭവിക്കും? മനുഷ്യന്റെ ശരിയായ ഹൃദയം, മനുഷ്യന്റെ മനസ്സ്, ഇതിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ നന്മ തിന്മകൾ സന്നിവേശിപ്പിച്ചിട്ടുണ്ട്. ഖുർആനിൽ ആവർത്തിച്ച് പറഞ്ഞ സംഗതിയാണ്. അതുകൊണ്ട് തന്നെ നാം ഈ നന്മയുടെ പാന്താവിലൂടെ മുന്നോട്ട് പോകുമ്പോൾ ഇത് പലരെയും സ്വാധീനം ചെലുത്തും. അതോടൊപ്പം ഈ സത്യം നാം അവരിലേക്ക് പ്രബോധനം ചെയ്യുക കൂടി ചെയ്യുമ്പോൾ നല്ലവരായ ആളുകളൊക്കെ ഇസ്ലാം സ്വീകരിക്കും, മുൻപോട്ട് വരും. അവസാനമായി കൊടിയ ശത്രുക്കൾ അബൂജഹലിനെ പോലെയും ഉത്ബത്തിനെയും ഷൈബത്തിനെയും പോലെയുള്ള തെമ്മാടികൾ ബാക്കിയുണ്ടാകും. അവർക്കെതിരെ അല്ലാഹു തആല മുസ്ലിങ്ങളെ സഹായിക്കുകയും അവരെ നശിപ്പിക്കുകയും ചെയ്യും. പക്ഷേ ഇത് സാധിക്കണമെങ്കിൽ നല്ല അസീമത്ത്, ദൃഢനിശ്ചയം വേണം. ആ ദൃഢനിശ്ചയത്തിന്റെ അടിസ്ഥാനത്തിൽ ഈ മാർഗത്തിൽ നിലയുറപ്പിക്കണം. ഫഇന്ന ദാലിക മിൻ അസ്മിൽ ഉമൂർ, അതാകുന്നു അങ്ങേയറ്റത്തെ ദൃഢനിശ്ചയം ആവശ്യമുള്ള കാര്യം. വഇദാ ഖദ അല്ലാഹു മീസാഖ അല്ലദീന ഊതുൽ കിതാബ, അല്ലാഹു സുബ്ഹാനഹു വ തആല അഹ്ലി കിതാബുകാരിൽ നിന്ന് കരാർ വാങ്ങി. എന്താണ് കരാർ വാങ്ങിയത്? എങ്ങനെയാണ് ഈ കരാർ വാങ്ങുന്നത്? അവരിലേക്ക് നിയോഗിച്ച പ്രവാചകന്മാരിലൂടെ. നമുക്കറിയാം, അഹ്ലി കിതാബുകാരിൽ ബനി ഇസ്രായേലിൽ എക്കാലത്തും പ്രവാചകന്മാർ ജീവിച്ചിരുന്നിട്ടുണ്ട്.
ഒരു പ്രവാചകൻ മരണമടയുമ്പോഴേക്ക് വേറൊരു പ്രവാചകൻ ആഗതനായിട്ടുണ്ടാകും. നമ്മൾ നേരത്തെ പഠിച്ചില്ലേ, മൂസാ നബി മാറൂൻ നബി ഒരേ സമയത്തുണ്ട്. മൂസാ നബി മരിക്കുന്ന സമയത്ത് യൂഷ ഇബ്നു നൂൻ, അദ്ദേഹത്തിന്റെ കാലത്ത് തന്നെ ദാവൂദ് നബി അലൈഹിസ്സലാം, അദ്ദേഹത്തിന്റെ കാലത്ത് തന്നെ സുലൈമാൻ നബി അലൈഹിസ്സലാം എന്നൊന്നും പ്രവാചകന്മാർ ഉണ്ടായിരുന്നിട്ടുണ്ട് അവരിൽ. ഈ പ്രവാചകന്മാരിലൂടെ അള്ളാഹു താല അവരിൽ നിന്ന് കരാർ വാങ്ങിയിട്ടുണ്ടായിരുന്നു. എന്താണ് കരാറ്? ലതുബയ്യിനുന്നഹു ലിന്നാസ്, അള്ളാഹു താല ഏൽപ്പിച്ചിട്ടുള്ള ഈ ദീപശിഖ, ഈ വെളിച്ചം, അത് മറ്റുള്ളവർക്ക് കൈമാറും, അവർക്ക് ഈ സത്യസന്ദേശം എത്തിക്കും. വലാ തക്തുമൂനഹു, അത് മറച്ചു വെക്കുകയില്ല. ഫനബദൂഹു വറഅ ളുഹൂരിഹിം, പക്ഷെ അവരെന്ത് ചെയ്തു? ഈ കരാർ പാലിച്ചില്ല. അള്ളാഹുവിന്റെ ഈ കരാർ അവർ പുറകോട്ട് മാറ്റിക്കളഞ്ഞു. ഈ സന്മാർഗ സന്ദേശം ജനങ്ങൾക്ക് എത്തിച്ചു കൊടുക്കുന്ന, അവർക്ക് വെളിച്ചം കാണിക്കുന്ന ഈ ദൗത്യത്തിൽ നിന്ന് അവർ പിറകോട്ട് പോയി. എന്നിട്ടോ ആ അള്ളാഹുവിന്റെ സന്ദേശം, അള്ളാഹുവിന്റെ വേദസൂക്തങ്ങൾ തുച്ഛമായ വിലക്ക് വിറ്റ് കളഞ്ഞു. ഫബീസമായ യശ്തറൂൻ, എന്ത് മോശമായ ഒരു ഇടപാടാണ്, ഒരു കച്ചവടമാണ് അവർ നടത്തിയത്. ചില ഉദാഹരണങ്ങളൊക്കെ പറഞ്ഞാല് നമുക്ക് ദഹിക്കൂല. ഈ പരിശുദ്ധ ഖുർആൻ അല്ലാഹു തആല അവതരിപ്പിച്ചത് ഷഹ്റു റമദാൻ അല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ ഹുദൻ ലിന്നാസ്, ജനങ്ങൾക്ക് വഴികാട്ടിയായിക്കൊണ്ട് അവരെപ്രകാരം ഈ ലോകത്ത് ജീവിക്കണം, അവരെങ്ങനെയാണ് സഹജീവികളോട് പെരുമാറേണ്ടത്, എങ്ങനെയാണ് മാതാപിതാക്കന്മാരെ സേവിക്കേണ്ടത്, എങ്ങനെയാണ് കുടുംബ ബന്ധം ചേർക്കേണ്ടത്, എങ്ങനെയാണ് വിവാഹം ചെയ്യേണ്ടത്, എങ്ങനെയാണ് ദമ്പതികളായി ജീവിക്കേണ്ടത്, എങ്ങനെയാണ് സന്താന പരിപാലനം നടത്തേണ്ടത്, എങ്ങനെയാണ് അല്ലാഹുവിന്റെ ഇബാദത്ത് ചെയ്യേണ്ടത്, ഇത്യാദി കാര്യങ്ങളൊക്കെ പഠിപ്പിക്കാൻ വേണ്ടി വഴികാട്ടിയായിക്കൊണ്ടാണ് അല്ലാഹു തആല വേദഗ്രന്ഥം അവതരിപ്പിച്ചത്. അതിന് മാതൃക കാണിക്കാനാണ് പ്രവാചകന്മാരെ നിയോഗിച്ചത്. എന്നാൽ അതേ വേദഗ്രന്ഥം തുച്ഛമായ വിലക്ക് വിൽക്കുക എന്ന് പറഞ്ഞാല് ഇതിങ്ങനെ ഓതിയിട്ട് കാശ് വാങ്ങുക. നമ്മളെ പല ജാറങ്ങളിലും പോയി കഴിഞ്ഞാൽ കാണാം, അവിടെ ഇങ്ങനെ കുത്തിയിരിക്കുക കുറെ മൊല്ലന്മാര്. എന്നിട്ട് ഈ ചെല്ലുന്നവര് ഒരു കത്തമോതാൻ വേണ്ടി, കത്തമോതാൻ ഇത്ര ഫിക്സഡ് ആണ്, അതങ്ങ് കൊടുക്കുക. വേറൊരാൾ യാസീൻ ഓതാനായിരിക്കും, ആ സംഖ്യ അങ്ങ് കൊടുക്കുക. ഇതന്നെ ചില വിദ്വാൻമാർ വലിയ ബുദ്ധിമാന്മാരാണ്, അവരെന്ത് ചെയ്യുന്നറിയോ, ആളുകൾ കസ്റ്റമേഴ്സ് വരുന്നതിന് മുമ്പ് തന്നെ ഇങ്ങനെ ഓതും, എന്നിട്ട് ഇങ്ങനെ കോന്തലം വരെ കെട്ടിടും. ഒരാള് കത്തം ഓതാനുള്ള കാശങ്ങ് കൊടുത്ത ഒരു കെട്ടം കഴിക്കും. ഓതി, ഇങ്ങനെ ഓതി. തുച്ഛമായ വിലക്ക് അല്ലാഹുവിന്റെ വേദഗ്രന്ഥത്തെ ദീനിനെ വിറ്റ് കാശാക്കുന്ന ഏർപ്പാട്. ഇത് തന്നെയും വീടുകളിലൊക്കെ പോയിട്ട് ദുആ ചെയ്ത് കാശ് വാങ്ങുന്ന ഒരു ഏർപ്പാടിന് 27,000 ഇറങ്ങും ഒന്നായിട്ട് വീടുകളിലേക്ക്. ഓരോ വീട്ടിലും കയറി ചെന്നിട്ട് അങ്ങ് ദ്വാരിക്കും, പിടിച്ചിട്ടൊന്നും വരികയല്ല. ദ്വാ കഴിഞ്ഞാൽ അവർക്ക് പോകുമ്പോൾ കാശ് കിട്ടണം. ഇവിടെ വന്നിരുന്നു, ഞാൻ പോണേക്ക് പോകാൻ പറഞ്ഞു, നമുക്കറിയാം ദ്വാരിക്കാൻ എന്ന് പറഞ്ഞു. ഇതൊക്കെ അള്ളാഹുവിന്റെ ദീനിനെ തുച്ഛമായ വിലക്ക് വിറ്റ് കാശാക്കുന്ന ഏർപ്പാടാണ്. ഇതിനേക്കാൾ ഗുരുതരമായ വേറെ സംഗതി ഉണ്ട്. എന്താണെന്നറിയോ? പല വിഷയങ്ങളിലും വിധി തേടാൻ, തീരുമാനം എടുക്കാൻ വേണ്ടി പണ്ഡിതന്മാരെ വിളിക്കും. അങ്ങനെയാണല്ലോ. ഉദാഹരണമായിട്ട് അനന്തരാവകാശ നിയമം, അനന്തര സ്വത്ത് വിഭജിക്കുന്നിടത്ത് കുറെ അവകാശികൾ ഉണ്ടാവും, ഭയങ്കര പിടിമ്പലിയായിരിക്കും. അതില് ചിലര് ചെന്നിട്ട് ആദ്യം തന്നെ മൂപ്പര കീശിയിൽ എന്തെങ്കിലും ഇട്ട് കൊടുത്താണ്ടല്ലോ, പിന്നെ വന്നിട്ട് മൂപ്പര തീരുമാനം മുഴുവൻ ഈ കീശിയിൽ കാശ് ഇട്ട് കൊടുത്ത, അല്ലെങ്കിൽ കൂടുതൽ കാശ് കൊടുത്ത ആൾക്ക് അനുകൂലമായിട്ടായിരിക്കും. അല്ലാഹു തആലാന്റെ കിതാബ് പ്രകാരമല്ല. അല്ലാഹു തആലാന്റെ കിതാബിൽ വളരെ കൃത്യമായിട്ട് പറഞ്ഞതാ, ഇന്നത് ഇത്ര, ഇന്നാൾക്ക് ഇത്ര, ഉമ്മാക്ക് ഇത്ര, മോൾക്ക് ഇത്ര, ഒരു കുട്ടിയാണെങ്കിൽ ഇത്ര, സഹോദരന്മാർക്ക് ഇത്ര. ഇത് തുച്ഛമായ വിലക്ക് വിറ്റ് കളിയ, ഇതിന് വിരുദ്ധമായിട്ട് ഫത്ത് പറക്കുക നമ്മുടെ നാട്ടിൽ വ്യാപകമായി നടന്നുകൊണ്ടിരിക്കുന്ന സംഗതിയാണ്. അല്ലാഹു തആല പറഞ്ഞതിന് വിരുദ്ധമായി ആൺകുട്ടികളും പെൺകുട്ടികളും ഉണ്ടാകുമ്പോൾ ഒന്നായിട്ട് അങ്ങ് വിഭജിക്കുകയല്ലേ, അതിന് കുഴപ്പമൊന്നുമില്ല, ഒരു ഫത്ത് വേണം. ഇങ്ങനെ തുടങ്ങിയിട്ട് വ്യാപകമായി അള്ളാഹുവിന്റെ കിതാബിനെ വിറ്റ് തുലക്കുന്ന, തുച്ഛമായ വില വാക്കുന്ന സമ്പ്രദായം ഇത് അവർ അനുവർത്തിച്ചു. അവരോട് കരാർ ചെയ്തിരുന്നത് അതല്ല, നമ്മളോടും കരാർ ചെയ്തിട്ടുണ്ട്. നമ്മളോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുഖേന കരാർ ചെയ്തിട്ടുണ്ട്.
മരിക്കുന്ന സമയത്ത് പോലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് ഓർമ്മിപ്പിച്ചിട്ടുണ്ട്. തറക്തു ഫീക്കും അംറൈൻ, രണ്ട് സംഗതികൾ നിങ്ങളിൽ വിട്ടേച്ചുകൊണ്ടാണ് ഞാൻ പോകുന്നത്. ലം തദില്ലു മാ ലം തമസ്സക് ബിഹിമാ, നിങ്ങൾ അത് രണ്ടും മുറുകെ പിടിക്കുന്ന കാലത്തോളം നിങ്ങൾ വഴിവഴിച്ചു പോകില്ല. കിതാബ് അല്ലാഹി വസുന്നത്തി റസൂലിഹി, അള്ളാഹുവിന്റെ വേദഗ്രന്ഥവും നബിയുടെ സുന്നത്തുമാണ്. അത് ഫോളോ ചെയ്യണമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വസിയത്ത് ചെയ്തിട്ടുണ്ട്, കരാർ ചെയ്തിട്ടുണ്ട്. ഇതിന് വിരുദ്ധമായ സമീപനം സ്വീകരിച്ചാൽ കൊടിയ ശിക്ഷയാണ് ഉണ്ടാവുക. അഹ്ലു കിതാബുകാർക്ക് ഒരു ശിക്ഷയും നമുക്ക് വേറെ ശിക്ഷയല്ല, നരകം ഒന്നേ ഉള്ളൂ. സ്വർഗം 7 സ്വർഗലോകമുണ്ട്, ഓരോരുത്തരുടെ അമലിനനുസരിച്ചാണ്. എന്നാൽ നരകം അങ്ങനെയല്ല, ഒറ്റ നരക. പക്ഷെ ആ നരകത്തിൽ ശിക്ഷിക്കപ്പെടുന്നത് ഓരോരുത്തരുടെ പാപകർമ്മങ്ങൾക്കനുസരിച്ചും അള്ളാഹുവിനോട് കാണിച്ച ധിക്കാരത്തിനും അനുസരിച്ചായിരിക്കും. ജഹന്നം ഒന്ന് തന്നെയാണ്. അപ്പോൾ അവര് ചെയ്ത തെറ്റ് നമ്മൾ ചെയ്യുകയാണെങ്കിൽ, നാം അനുവർത്തിക്കുകയാണെങ്കിൽ അതേ ജഹന്നമിലേക്ക് തന്നെയാണ് പോകാനുള്ളത്. അത് പണ്ഡിതന്മാരാണെന്നുണ്ടെങ്കിൽ കൂടുതൽ വലിയ ശിക്ഷ ലഭിക്കുക. ആദ്യമായി നരകത്തിൽ എറിയപ്പെടുന്നത് ആരാണെന്നറിയോ? ആദ്യമായി നരകത്തിൽ എറിയപ്പെടുന്ന 3 ആളുകളെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസിൽ പറഞ്ഞിട്ടുണ്ട്. അതിലൊന്നൊരു പണ്ഡിതനാണ്, ഒന്നൊരു ഉദാഹരണമാണ്, ഒന്നൊരു ഷഹീദാണ്. പ്രത്യക്ഷത്തിൽ നമ്മൾ വലിയ മഹാന്മാരായിട്ട് കാണുന്നവരാണ്. എന്താ കാര്യം? പണ്ഡിതനെ നരകത്തിൽ ശിക്ഷിക്കപ്പെടുമ്പോൾ ആളുകൾ ചോദിക്കും അത്ഭുതത്തോടു കൂടി, അല്ല ഇതെന്ത് കഥ? നിങ്ങളല്ലേ ഞങ്ങൾക്ക് വഴത് പറഞ്ഞു തന്നിരുന്നത്? നിങ്ങളല്ലേ ഖാലല്ലാഹു അസ്സ വജൽ എന്ന് പറഞ്ഞുകൊണ്ട് പാതിരാക്കി ഞങ്ങളോട് പ്രസംഗിച്ചത്? താങ്കൾ പള്ളിയിലെ ഖതീബായിരുന്നില്ലേ? എന്ത് സംഭവിച്ചു? താങ്കൾ എങ്ങനെയാണ് ഇവിടെ എത്തിപ്പെട്ടത്? അപ്പൊ പണ്ഡിതന് മറുപടി എന്താണെന്നറിയോ? ഞാൻ നിങ്ങളോട് വയത് പറഞ്ഞിരുന്നു എന്നുള്ളതൊക്കെ ശരിയാണ്, പക്ഷെ അത് പ്രകാരം ഒന്നുമല്ല ഞാൻ ജീവിച്ചത്. ഞാൻ പറഞ്ഞതൊന്നും പ്രവർത്തിച്ചത് മറ്റൊന്നുമായിരുന്നു. അല്ലാഹു തആലക്ക് ഏറ്റവും ക്രോധകരമായ കാര്യമാണ്. യാ അയ്യുഹല്ലദീന ആമനൂ ലിമ തഖൂലൂന മാ ലാ തഫ്അലൂൻ, അല്ലയോ സത്യവിശ്വാസികളെ, നിങ്ങൾ എന്തിനാണ് സ്വയം പ്രവർത്തിക്കാത്തത് പറയുന്നത്? കബുറ മഖ്തൻ ഇൻദല്ലാഹി അൻ തഖൂലൂ മാ ലാ തഫ്അലൂൻ, നിങ്ങൾ സ്വയം പ്രവർത്തിക്കാത്തത് പറയുക എന്നതാണ് അല്ലാഹു തആലക്ക് ഏറ്റവും ക്രോധകരമായ കാര്യം. ആ ക്രോധമാണ് ഈ പണ്ഡിതനെ ആദ്യമായി നരകത്തിൽ എറിയുക മുഖേന അല്ലാഹു തആല കാണിക്കുന്നത്. തുച്ഛമായ വിലക്ക് അള്ളാഹുവിന്റെ കിതാബിനെ, അള്ളാഹുവിന്റെ സൂക്തങ്ങളെ, ദീനിനെ വിറ്റുകളയുകയാണ് പലരും ചെയ്തുകൊണ്ടിരിക്കുന്നത്. ലാ തഹ്സബന്നല്ലദീന യഫ്റഹൂന ബിമാ അതൗ യുഹിബ്ബൂൻ അൻ യുഹ്മദൂ ബിമാ ലം യഫ്അലൂ, തങ്ങൾ പ്രവർത്തിക്കാത്തതിന്റെ പേരിൽ സ്തുതിക്കപ്പെടണമെന്ന് ആഗ്രഹിക്കുന്നവർ അവർ വിചാരിക്കേണ്ടതില്ല. ഇതെന്താണ് പ്രവർത്തിക്കാത്തതിന്റെ പേരിൽ സ്തുതിക്കപ്പെടുക എന്ന് പറഞ്ഞാല്? അതായത് ഒരു കൂട്ടത്തിലായിരിക്കും. തഫ്സീറുകളിൽ വന്നിട്ടുള്ളത്, മദീനയിലെ മുനാഫിഖുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു യുദ്ധയാത്രയ്ക്ക് വേണ്ടി ഒരുങ്ങി പുറപ്പെടുമ്പോൾ അവർ പിന്നോട്ട് നിൽക്കും. ഇനിയിപ്പോ നബി പോവുകയല്ല, നബി സഹാബികളുമായി യുദ്ധത്തിന് പോകുമ്പോൾ അതിന് ഗസ്വത്ത് എന്നാണ് പറയുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നേരെ നേതൃത്വം നൽകുന്ന യുദ്ധത്തിന് ഗസ്വത്ത് എന്ന് പറയും. എന്നാൽ പല യുദ്ധങ്ങളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നേരെ പോകാതെ സഹാബികളുടെ നേതൃത്വത്തിൽ സഹാബികളെ ഒരുക്കി അയച്ചിട്ടുണ്ട്. അതിൽപ്പെട്ട ഒന്നാണ് സെയ്ദ് ഇബ്നു ഹാരിസ റളിയല്ലാഹു അൻഹുവിന്റെ നേതൃത്വത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരുക്കി അയച്ച 3000-ഓളം വരുന്ന സൈന്യം മുഅത്ത യുദ്ധം സരിയകളിൽ ഒന്നാണ്. ഇങ്ങനെ ഒരുക്കി അയക്കുമ്പോഴും നബി പോകുമ്പോഴും ഇവര് പിന്തി നിൽക്കും, മുന്നിട്ടുണ്ടാവില്ല. എന്നിട്ട് എന്തെങ്കിലും ഈ യുദ്ധത്തിൽ അല്ലെങ്കിൽ ഈ യാത്രയിൽ എന്തെങ്കിലും ദോഷം സംഭവിച്ചാൽ ഇവർ സന്തോഷിക്കും. നമ്മൾ രക്ഷപ്പെട്ടു, നമ്മൾ പോയില്ലല്ലോ, നമ്മളാണ് നല്ല മൂളുള്ളവർ. എന്നാൽ വിജയശ്രീലാളിതരായി ഗനീമത്തുമായിട്ടൊക്കെയാണ് വരുന്നതെന്നുണ്ടെങ്കിൽ ഇവർ ആ കൂട്ടത്തിൽ കൂടിയാടും. നമ്മളുണ്ട്, നമ്മളുണ്ട്. ഇനി പോയാൽ തന്നെ യുദ്ധരംഗത്ത് യുദ്ധമുഖത്തിലൊന്നും ഉണ്ടാവില്ല.
എന്തെങ്കിലും കുത്തിത്തിരിപ്പ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് പോവുക. കുത്തിത്തിരിപ്പ് ഉണ്ടാക്കിയിട്ടുമുണ്ട്. ബനു മുസ്തലഖ് യുദ്ധത്തിൽ മുനാഫിഖുകൾ കുത്തിത്തിരിപ്പ് ഉണ്ടാക്കി. എന്നിട്ടോ എന്തെങ്കിലും നേട്ടം ലഭിച്ചാൽ, വിജയിച്ചു കഴിഞ്ഞാൽ തങ്ങൾ അതിൻ്റെ ആളായിട്ട് ആക്ട് ചെയ്യും. ഈ കാലഘട്ടത്തിലുണ്ട്, യുദ്ധത്തിലല്ലാതെ മാത്രം. പല ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ, സേവന പ്രവർത്തനങ്ങൾ, അങ്ങനെ പലതും നടക്കുമല്ലോ പല ഘട്ടത്തിലും. അതിനൊന്നും ആത്മാർത്ഥമായി പരിശ്രമിക്കാൻ തയ്യാറാവില്ല, അതിന് ധനം ചെലവഴിക്കാനൊന്നും തയ്യാറാവില്ല. എന്നാൽ അതിൻ്റെ ക്രെഡിബിലിറ്റിക്ക് വേണ്ടിയിട്ട് പരിശ്രമിക്കും. അത് എല്ലാ രംഗത്തും കാണാം, സംഗതി എല്ലാ രംഗത്തും കാണാം. അപ്പൊ ഇങ്ങനെ സ്വയം ചെയ്യാത്തതിൻ്റെ പേരിൽ സ്തുതിക്കപ്പെടാൻ ആഗ്രഹിക്കുക എന്നത് വളരെ മോശമായ ഒരു സ്വഭാവമാകുന്നു. വളരെ മോശമായ ഒരു സ്വഭാവം. അത് അല്ലാഹു തആലക്ക് അശേഷം ഇഷ്ടമുള്ള കാര്യമല്ല. അവരുടെ ആ വിചാരം നല്ലതിനാണെന്ന് അവർ കരുതേണ്ടതില്ല. ഫലാ തഹ്സബന്നഹും ബിമഫാസത്തിൻ മിനൽ അദാബ്. അവർക്ക് ആ ദുസ്വഭാവത്തിന്റെ പേരിൽ ശിക്ഷയുടെ ഓഹരിയുണ്ട്. വലഹും അദാബുൻ അലീം. വേദനാജനകമായ ശിക്ഷയാണ് അവർക്കുള്ളത്. അപ്പൊ ചെയ്യാത്തതിന്റെ പേരിൽ സ്തുതിക്കപ്പെടുക എന്ന് പറഞ്ഞാൽ അത് പാടില്ല. ശരി, എന്നാ പിന്നെ ഇവിടുത്തെ ചോദ്യം, നമ്മൾ എന്തെങ്കിലുമൊക്കെ നല്ല പ്രവർത്തനങ്ങൾ നടത്തിയതിന്റെ പേരിൽ സ്തുതിക്കപ്പെടാമോ? അങ്ങനെ സ്തുതിക്കപ്പെടാൻ ആഗ്രഹിക്കാമോ? ഇതാണ് ചോദ്യം. ഒന്നാമതായി ആ വിഷയമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മൾ എന്തൊരു കർമ്മം ചെയ്യുകയാണെങ്കിലും, അത് അല്ലാഹു തആലക്ക് ഇബാദത്ത് ചെയ്യുന്നതാവട്ടെ, അതല്ലെങ്കിൽ ജനസേവന പ്രവർത്തനങ്ങളാവട്ടെ, അല്ലെങ്കിൽ നമ്മൾ കുടുംബ ബന്ധം ചേർക്കലാവട്ടെ, എന്ത് കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിലും അന്തിമമായി പരമമായ അതിൻ്റെ ലക്ഷ്യം അള്ളാഹുവിൻ്റെ പൊരുത്തം കരസ്ഥമാക്കുക എന്നതായിരിക്കണം. അള്ളാഹുവിൻ്റെ പ്രതിഫലം ലഭിക്കുക എന്നതായിരിക്കണം. ആ ലക്ഷ്യത്തോടു കൂടിയേ നാം പ്രവർത്തിക്കാവൂ. എന്നാൽ അങ്ങനെ നാം ജീവിക്കുമ്പോൾ, നാം പ്രവർത്തിക്കുമ്പോൾ പലരും നമ്മെ പ്രശംസിക്കുന്നു, ആശംസിക്കുന്നു, നമ്മളെക്കുറിച്ച് നല്ലത് പറയുന്നു. ഒരുപക്ഷെ നമ്മുടെ അഭാവത്തിലായിരിക്കും. അങ്ങനെ ചെയ്യുകയാണെങ്കിലോ, അതുകൊണ്ട് അള്ളാഹുവിൻ്റെ തൃപ്തി മാത്രം കാംക്ഷിച്ചാണ് നമ്മൾ പ്രവർത്തിക്കുന്നത്. പക്ഷേ അതിൻ്റെ പേരിൽ ആളുകൾ നമ്മെ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും നമ്മെ സ്തുതിക്കുകയൊക്കെ ചെയ്യുന്നു. എന്നാൽ അതുകൊണ്ട് നമുക്ക് എന്തെങ്കിലും ദോഷമുണ്ടോ? നമുക്ക് അതുകൊണ്ട് ദോഷം വരാനില്ല. നമ്മുടെ പ്രവർത്തനത്തിന്റെ ഫലത്തിൽ അതിൻ്റെ പേരിൽ കുറവും വരാൻ പോകുന്നില്ല. പക്ഷേ നാം അത് ആഗ്രഹിക്കാൻ പാടില്ല എന്ന് മാത്രം. ഞാൻ ഈ സൽക്കർമ്മങ്ങൾ ചെയ്യുന്നതിൻ്റെ പേരിൽ ആളുകളൊക്കെ എന്നെ സ്നേഹിക്കണം, എന്നെ ബഹുമാനിക്കണം, എന്നെക്കുറിച്ച് നല്ലത് പറയണം. ഞാൻ ആരെങ്കിലും സഹായിക്കുകയാണെങ്കിൽ അവർ എന്നെ കാണുമ്പോൾ പുഞ്ചിരിക്കണം, എന്നോട് നന്ദി കാണിക്കണം. ഈ വക ഒരാഗ്രഹവും നമുക്കുണ്ടാവാൻ പാടില്ല. എന്നല്ല, നമ്മുടെ നിലപാട് എന്തായിരിക്കുമെന്ന് പരിശുദ്ധ ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. വയത്തൊഴിമൂന ത്വാമ, അവർ അള്ളാഹുവിൻ്റെ ഇഷ്ടദാസന്മാർ, പുണ്യവാന്മാർ പാവങ്ങൾക്കും വയത്തൊഴിമൂന ത്വാമ അലാ ഹുബ്ബിഹി മിസ്കീനൻ വയതീമൻ വഅസീറ. അള്ളാഹുവിൻ്റെ പുണ്യവാന്മാരായ ദാസന്മാർ പാവപ്പെട്ടവർക്കും അനാഥർക്കും ബന്ധനസ്ഥർക്കും ഒക്കെ ആഹാരം നൽകുന്നവരാണ്. അവർക്ക് വേണ്ട സഹായ സഹകരണങ്ങൾ ചെയ്യുന്നവരാണ്. പക്ഷെ ഇന്നമാ നുത്ഇമുക്കും ലിവജ്ഹില്ലാഹ്, പക്ഷെ ഞങ്ങൾ ഇതെല്ലാം ചെയ്യുന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ പ്രീതി മാത്രം ആഗ്രഹിച്ചുകൊണ്ടാണ്. ലാ നുരീദു മിൻകും ജസാഅൻ, നിങ്ങളിൽ നിന്ന് യാതൊരു പ്രതിഫലവും ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല. വലാ ശുക്കൂറ, ഒരു നന്ദി വാക്ക് പോലും നിങ്ങളിൽ നിന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല. നമുക്കൊക്കെ ഉള്ള കുഴപ്പം എന്താ അറിയോ? നമ്മൾ പല നിർണായക ഘട്ടത്തിലും പലരെയും പല നിലക്കും സഹായിക്കും. ചിലപ്പോൾ ജോലി ഇല്ലാതിരിക്കുമ്പോൾ ഒരു ജോലിയാക്കി കൊടുക്കാൻ വേണ്ടിയിട്ടായിരിക്കും നമ്മൾ പരിശ്രമിച്ചിട്ടുണ്ടാവുക. ജോലി ആയിട്ടുണ്ടാവും, ചിലപ്പോൾ ആക്കി കൊടുത്തിട്ടുണ്ടാവും. അല്ലെങ്കിൽ വലിയ ബുദ്ധിമുട്ടുള്ള സമയത്ത് സാമ്പത്തികമായിട്ട് സഹായിച്ചിട്ടുണ്ടാവും. ചിലപ്പം എന്തെങ്കിലും രോഗിയായി കിടക്കുമ്പോൾ നമ്മൾ
പിന്നെ അവരെ ശുശ്രൂഷിക്കാൻ വേണ്ടി ആശുപത്രിയിൽ കൊണ്ടുപോയിട്ടുണ്ടാവും. ചിലപ്പോൾ ആശുപത്രിയിൽ മുട്ടയുടെ ഈ കൊതുകിന്റെ ഒക്കെ കടി കൊണ്ടുകൊണ്ട് നിന്നിട്ടുണ്ടാവും. ഇങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ടാവും. പക്ഷേ അങ്ങനെയൊക്കെ നമ്മൾ സഹായിച്ച ആളുകൾ നമ്മെ വേണ്ടത്ര പരിഗണിക്കാതിരുന്നാൽ, നമ്മോട് നല്ല രൂപത്തിൽ പെരുമാറാതിരുന്നാൽ, നമ്മളെ കണ്ടിട്ടൊന്നും പുഞ്ചിരിക്കാതിരുന്നാൽ അത് നമുക്ക് ഒരു വിഷമാണ്. ഒരു പക്ഷേ നമ്മൾ പുറത്തേക്ക് പറഞ്ഞില്ല എന്നുണ്ടെങ്കിലും മനസ്സിൽ നമ്മൾ പിറുപിറുക്കും, പഹൽ ഞാൻ എത്ര സഹായം ചെയ്തിട്ടുണ്ട്. അമലുകൾ മുഴുവൻ ബാത്തിലായി പോകും. ഈ ചെയ്ത അമലുകൾ, സഹായം മുഴുവൻ ബാത്തിലായി പോകും. ലാ നുരീദു മിൻകും ജസാഅൻ വലാ ശുക്കൂറ. നിങ്ങളിൽ നിന്ന് യാതൊരു പ്രതിഫലവും ഒരു നന്ദി വാക്ക് പോലും ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല. ഈ കുവൈത്തികളെ കുറിച്ച് പലപ്പോഴും ഞാൻ ആലോചിച്ചിട്ട് അവർക്ക് വേണ്ടി ഞാൻ ആത്മാർത്ഥമായി ദുആ ചെയ്യാറുണ്ട്. കാരണം അവർ ഈ സഹായം ചെയ്യുന്നു. ഇപ്പം 2 കിണറുകൾ ഇപ്പം പണികൊണ്ടിരിക്കുക. ഒന്ന് തീർന്നു, ഇപ്പം ഉദ്ഘാടനം ഈ 25-ാം തീയതി. വേറൊന്ന് കുഴിച്ചുകൊണ്ടിരിക്കുക. ഒരു 19 നിർധനരായ വീട്ടുകാർ, വെള്ളം യാതൊരു കിണറുള്ളൂ, വെള്ളത്തിന് കഷ്ടപ്പെടുന്നവരെ ഉദ്ഘാടനം ചെയ്തിട്ടില്ല, കഴിഞ്ഞിട്ടില്ല. പക്ഷേ വെള്ളം കണ്ടിരിക്കുന്നു. ആ വെള്ളം അവർ ഉപയോഗപ്പെടുത്തിക്കൊണ്ടിരിക്കുക. എന്നാൽ ഈ കുവൈത്തികളുടെ സഹായം ലഭിക്കുന്ന ഈ ആളുകൾ, അവരുടെ മുഖത്ത് നിന്ന് ഒരു പുഞ്ചിരി കാണാൻ ഈ കുവൈത്തികൾക്ക് അവസരമില്ലല്ലോ. പക്ഷേ അവരത് ചിന്തിക്കുന്നേ ഇല്ല. ഇതാണ് ഖാലിസായ അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് വേണ്ടിയുള്ള പ്രവർത്തനം. ഒന്നും രണ്ടും മൂന്നും നാലുമാണ് ലോകത്തുടനീളം പാവപ്പെട്ട ആളുകൾക്ക് വേണ്ടി പള്ളി ഉണ്ടാക്കാൻ, മദ്രസ ഉണ്ടാക്കാൻ, യതീമകളെ സംരക്ഷിക്കാൻ അവർ സഹായിച്ചുകൊണ്ടിരിക്കുന്നു. കുവൈത്തിന്റെ പ്രത്യേകം എടുത്ത് പറയാൻ കാരണം ഞാൻ അതിലൊരു പാർട്ടായതുകൊണ്ട്, ഒരു ഭാഗവാക്കായതുകൊണ്ടാണ്. മൊത്തം ഗൾഫ് രാജ്യങ്ങളിലുള്ള നല്ല ശതമാനം അറബികൾ ഈ രൂപത്തിൽ ചെയ്യുന്നവരാണ്. ഇങ്ങനെയായിരിക്കണം നമ്മുടെ അമലുകൾ. അല്ലാഹുവിന്റെ പ്രീതി മാത്രം ആഗ്രഹിച്ചുകൊണ്ട് ചെയ്യണം. നാം ചെയ്തുകൊണ്ടിരിക്കുന്ന എന്ത് പ്രവൃത്തിയാണെങ്കിലും അതിനെക്കുറിച്ച് ആരും നല്ല വാക്ക് പറഞ്ഞില്ലെങ്കിലും ഒരുപക്ഷെ പ്രതിലോമ പ്രവർത്തനങ്ങളായിരിക്കും നടത്തുക. എന്നാലും അതിൻ്റെ പേരിൽ നാം അലോസരപ്പെടാനോ നാം പുറകോട്ട് മാറാനോ പാടില്ല. ആ മാർഗത്തിൽ ഉറച്ചു നിൽക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല കാണുന്നുണ്ട്. അള്ളാഹുവിന്റെ പ്രീതി എനിക്ക് ലഭിക്കേണ്ടതുണ്ട്. നാളെ പാരത്രിക ലോകത്ത് അല്ലാഹു തആല അതിന്റെ പ്രതിഫലം നൽകും. ഈ ആയത്തിന്റെ തുടർച്ചയായി അത് വരുന്നുണ്ട്. ഇൻഷാ അല്ലാഹു തആല അടുത്ത ക്ലാസ്സിലാണ് അത് വിവരിക്കുക. അങ്ങനെയാണ് നാം പ്രവർത്തിക്കേണ്ടത്. പക്ഷേ അതേ സമയത്ത് ആളുകളിൽ പലരും നമ്മുടെ ജീവിതം കാരണം, നമ്മുടെ കർമ്മങ്ങൾ കാരണം നമ്മെ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും നമ്മെ പ്രശംസിക്കുകയൊക്കെ ചെയ്യുന്നു. എങ്കിൽ അവിടെ ശ്രദ്ധിക്കേണ്ട സംഗതി, ഒരിക്കൽ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു ഇതിനെക്കുറിച്ച് ഒരു സദസ്സിൽ വെച്ച് ഒരാൾ ഇങ്ങനെ പ്രശംസിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുക. ഈ പറഞ്ഞതിനൊക്കെ അർഹനാണ് ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു. ആ പറഞ്ഞതിനൊക്കെ അർഹനാണ്. പക്ഷേ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു ചരൽക്കല്ല് വാരിയിട്ട് ഇയാളെ മുഖത്തേക്ക് എറിഞ്ഞുകൊണ്ടിരിക്കുക. അപ്പൊ ചോദിച്ചു, എന്താണ് താങ്കൾ ഈ ചെയ്യുന്നത്? അപ്പോൾ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു പറഞ്ഞു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്, മുഖസ്തുതി പറയുന്നവന്റെ മുഖത്തേക്ക് ചരൽക്കല്ല് വാരി എറിയണം. അപ്പൊ ഒരാൾ സദസ്സിലുണ്ടായിരിക്കെ, ഒരാളുടെ സാന്നിധ്യത്തിൽ ഇങ്ങനെ പറയാൻ പാടില്ല. അയാൾ എത്ര മഹാനാണെങ്കിലും, അയാൾ ചെയ്യുന്ന സൽക്കർമ്മങ്ങൾ എത്ര പവിത്രമാണെങ്കിലും. അതുകൊണ്ട് വലിയ ദോഷമുണ്ട്. ഒന്നാമത് അയാൾക്ക് സ്വയം തോന്നും, ഇപ്പൊ എന്നെ കേൾക്കെ റൈറ്റ് സൈഡ് മാഷാ അല്ലാഹ് എന്ന് എന്നെ കേൾക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കെന്നെ തോന്നും, മാഷാ അല്ലാഹ് ഞാനിപ്പോ ആരാ. ഇത് എന്നിൽ കിബർ വരാൻ കാരണമായിത്തീരും. ഈ കിബറാവട്ടെ അല്ലാഹു തആലക്ക് ഏറ്റവും ക്രോധപരകരമായ സംഗതിയാണ്. അപ്പോ സൽക്കർമ്മങ്ങൾ ചെയ്യുന്ന ഒരു മനുഷ്യന് അള്ളാഹുവിന്റെ ശിക്ഷക്ക് പാത്രമാകുന്ന മഹാദുർഗുണങ്ങൾ ഉണ്ടാവാൻ കാരണമായി തീരും. അതുകൊണ്ട് സാന്നിധ്യത്തിൽ പറയാൻ പാടില്ല, അങ്ങനെ പ്രശംസിച്ച് പറയാൻ പാടില്ല എന്നാണ് ഇസ്ലാമിന്റെ അധ്യാപനം. ഇസ്ലാമിന്റെ അധ്യാപനം ഒരാളുടെ നന്മകൾ അയാളുടെ അഭാവത്തിൽ പറയാം. മാഷാ അല്ലാഹ്
സാലബ സാഹിബ് ഈ ദീനി പ്രബോധന മാർഗത്തിൽ അള്ളാഹുവിൻ്റെ പരിശുദ്ധ ഖുർആൻ അത് പ്രചരിപ്പിക്കുന്ന വിഷയത്തിൽ എത്രത്തോളം ബദ്ധശ്രദ്ധനാണ്. ഒരുപാട് ഉത്തരവാദിത്തങ്ങൾ ഉണ്ടെങ്കിലും മൂപ്പര് ഒന്നാം സ്ഥാനം കൊടുക്കുക ഈ ഖുർആൻ പഠിപ്പിക്കുകയും പഠിക്കുകയും ചെയ്യുന്ന വിഷയത്തിലാണ് എന്നൊക്കെ മൂപ്പരുടെ അസാന്നിധ്യത്തിൽ പറയണം. മൂപ്പര അസാന്നിധ്യത്തിൽ. അപ്പൊ ഏതൊരാളുടെയും നന്മ അയാളുടെ അസാന്നിധ്യത്തിൽ പറയാം. എന്നാൽ ഒരാൾക്ക് ദോഷമുണ്ട്, എന്നാൽ അയാളുടെ സാന്നിധ്യത്തിൽ വേറെ ആൾ കേൾക്കാതെ അത് അയാളോട് പറയാണ് വേണ്ടത്. ഇതാണ് ഇസ്ലാമിക സംസ്കാരം. അപ്പൊ എന്താ വെച്ചാൽ അയാൾക്ക് തിരുത്താൻ പറ്റും. അയാളുടെ സാന്നിധ്യത്തിൽ മേന്മ പറഞ്ഞു കഴിഞ്ഞാൽ അയാൾക്ക് കിബിർ വരാനും ഒരു പക്ഷേ അദ്ദേഹത്തിന് വലിയ നഷ്ടം സംഭവിക്കാനും ഉള്ള കാരണം അതായിത്തീരും. അപ്പം അത് ചെയ്യാൻ പാടില്ല. ഇനി ഒരാളുടെ അഭാവത്തിൽ ഇങ്ങനെ സ്തുതിക്കുകയാണെങ്കിലോ അത് കുഴപ്പമില്ല എന്ന് മാത്രമല്ല, നാം ദുനിയാവിൽ ചെയ്യുന്ന പ്രവർത്തനങ്ങൾക്കൊക്കെ ഒരു ദുന്യവിയായ ഫലമുണ്ട്, പ്രതിഫലമുണ്ട്, പാരത്രികമായ ഫലമുണ്ട്. ഇങ്ങനെ ദുന്യവിയായ പ്രതിഫലങ്ങളിൽ ജസാ ഉൽ ഇഹ്സാൻ എന്നാണ് ഖുർആനിൽ പറഞ്ഞിട്ടുള്ളത്. ജസാ ഉൽ ഇഹ്സാൻ, ഒരാൾ വളരെ നല്ലവനായി സൽക്കർമ്മങ്ങൾ ചെയ്തുകൊണ്ട് ജീവിക്കുകയാണെങ്കിൽ അതിന് ജസാ, ഒരു ഫലം, ഒരു പ്രതിഫലം, ഒരു അനന്തര ഫലമുണ്ട്. അത് ദുനിയാവിലുണ്ട്, ആഖിറത്തിലുണ്ട്. അപ്പൊ ഈ ജസാ ഉൽ ഇഹ്സാൻ എന്ന നിലക്ക് അല്ലാഹു തആല ദുനിയാവിൽ തന്നെ നല്ല കർമ്മങ്ങൾ ചെയ്യുന്നവർക്ക് നൽകുന്ന ഫലങ്ങളുണ്ട്. അതിൽപ്പെട്ട ഒരു ഫലമാകുന്നു അയാൾക്ക് ജനങ്ങളിൽ സ്വീകാര്യതയും ആദരവും ബഹുമാനവും ഒക്കെ ഉണ്ടായിത്തീരുക, ജനങ്ങൾ അയാളെക്കുറിച്ച് നല്ലത് പറയുക എന്നത്. ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിൻ്റെ പ്രസിദ്ധമായ ഒരു ദുആ ഉണ്ട്, വജഅൽനി ലിസാന സിദ്ഖിൻ ഫിൽ ആഖിരീൻ. അല്ലാഹുവേ, എന്നെക്കുറിച്ച് നീ പിൽക്കാലക്കാരിൽ സൽകീർത്തി പ്രദാനം ചെയ്യണമേ. എന്നെക്കുറിച്ച് നല്ലത് പറയുന്ന, നല്ലത് സ്മരിക്കുന്ന, എന്നെക്കുറിച്ച് ബഹുമാനം സ്മരിക്കുന്ന രൂപത്തിൽ വജഅൽനി ലിസാന സിദ്ഖിൻ ഫിൽ ആഖിരീൻ, പിൽക്കാലക്കാരിൽ ആക്കി തീർക്കണമേ. ഇത് ചില മുഫസ്സിരീങ്ങൾ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിൻ്റെ പിൽക്കാലക്കാർ എന്നത് മാത്രമല്ല അതിൻ്റെ ഉദ്ദേശം. ആഖിരീൻ എന്ന് പറഞ്ഞാൽ നമ്മൾ കുറേ കാലം വിദേശത്ത് ജീവിച്ചു, പിന്നെ നമ്മൾ നാട്ടിൽ സെറ്റിൽ ചെയ്തു, അല്ലെങ്കിൽ നേരെ തിരിച്ചായി. നാം ആ ജീവിച്ച നാട്ടിൽ നിന്ന് അങ്ങ് പോയി കഴിഞ്ഞാൽ നാം ജീവിച്ച നമ്മുടെ അയൽവാസികൾ, നമ്മുടെ സഹപ്രവർത്തകർ, നമ്മുടെ കൂടെ ജോലി ചെയ്തിരുന്നവർ, സഹജോലിക്കാർ, സഹപാഠികൾ എന്ന് തുടങ്ങിയവരൊക്കെ അവരിൽ നിന്ന് പിരിഞ്ഞു കഴിഞ്ഞാൽ നമ്മെക്കുറിച്ച് ഒരു നല്ല ഓർമ്മ, നല്ല സ്മരണ, നല്ല വാക്കുകൾ അവരിൽ നിന്ന് ഉതിരുമാറാകണം. അത് ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം ദുആ ചെയ്തൊരു സംഗതിയാണ്. അപ്പോൾ അങ്ങനെ സൽകീർത്തി ലഭിക്കുകയാണെങ്കിൽ അത് ജസാ ഉൽ ഇഹ്സാൻ, ഒരാൾ നല്ലവനായി ജീവിച്ചാൽ അതിൻ്റെ പ്രതിഫലം എന്നോണം അല്ലാഹു തആല ഈ ലോകത്ത് തന്നെ നൽകുന്ന ഒരു സംഗതിയാണ്. ഒരു ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഒരാളെക്കുറിച്ച് മറ്റു ജനങ്ങൾ നല്ലത് പറയുകയാണെങ്കിൽ, അദ്ദേഹത്തെ പ്രകീർത്തിക്കുകയാണെങ്കിൽ അത് നാളെ അല്ലാഹു തആല അദ്ദേഹത്തിന് പ്രതിഫലമായി സ്വർഗം നൽകുന്നു എന്നതിൻ്റെ മുന്നോടിയായ ഒരു സുവിശേഷമാണ് സന്തോഷ വാർത്ത അറിയിക്കലാണ്. ഈ ആയത്തൊന്നും വിശദീകരിച്ചാൽ തീരൂല. ഒരു ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഒരു ഖുദ്സിയായ ഹദീസാണ്, അല്ലാഹു തആല ആരെങ്കിലും ഒരാളെ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ജിബ്രീൽ അലൈഹിസ്സലാമിനെ വിളിച്ചുകൊണ്ട് പറയും, ജിബ്രീൽ, ഇന്നയാളെ ഞാൻ ഇഷ്ടപ്പെടുന്നു, അതുകൊണ്ട് താങ്കളും ഇഷ്ടപ്പെടുക. അങ്ങനെ ജിബ്രീൽ അലൈഹിസ്സലാം അദ്ദേഹത്തെ ഇഷ്ടപ്പെടും. ജിബ്രീൽ അലൈഹിസ്സലാം ആകാശലോകത്ത് വിളംബരം ചെയ്യും. മൊത്തം മലക്കുകളുടെ എണ്ണവും വണ്ണവും ഇല്ലാത്ത, അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് മാത്രം എണ്ണമറിയുന്ന അത്രയും മലക്കുകൾ, ഈ പ്രപഞ്ചത്തിന്റെ ഉദ്യോഗസ്ഥന്മാർ, അവരിൽ ജിബ്രീൽ അലൈഹിസ്സലാം വിളംബരം ചെയ്യും, ഇതാ ഇന്നയാളെ അല്ലാഹു തആല ഇഷ്ടപ്പെട്ടിരിക്കുന്നു, നിങ്ങളും ഇഷ്ടപ്പെടുക. ഇത് പറയുന്ന സമയത്ത് ലോകത്ത് ഇയാൾക്ക് കാൽക്കാശിന്റെ വില ഉണ്ടാവില്ല. ഇയാൾ എല്ലാവരും ഭത്സിക്കപ്പെടുകയും തീവ്രവാദിയും ഭീകരവാദിയായും ഒക്കെ മുദ്ര കുത്തപ്പെടുന്ന ആളായിരിക്കും. നാട്ടിൽ നിന്ന് ബഹിഷ്കരിക്കപ്പെട്ടവനായിരിക്കും. അഗ്നികുണ്ഡത്തിൽ എറിയപ്പെട്ടവനായിരിക്കും. ഇരുമ്പഴികൾക്കുള്ളിലായിരിക്കും ഒരുപക്ഷെ അദ്ദേഹം.
പക്ഷേ ജിബ്രീൽ അലൈഹിസ്സലാം പിന്നീട് ഭൂലോകത്ത് വിളംബരം ചെയ്യും, ഇതാ ഇന്നാലിന്നയാളെ അല്ലാഹു തആല ഇഷ്ടപ്പെട്ടിരിക്കുന്നു, അതുകൊണ്ട് നിങ്ങളും ഇഷ്ടപ്പെടുവീൻ. അങ്ങനെ പിന്നീട് ഭൂമിയിൽ അദ്ദേഹത്തിന് സ്വീകാര്യത ലഭിക്കും. എല്ലാവരും അവരുടെ പേര് കേൾക്കുമ്പോൾ അലൈഹിസ്സലാം എന്നും റളിയല്ലാഹു അൻഹും റഹ്മത്തുള്ളാഹി അലൈഹി എന്നും ചൊല്ലുന്നവരായിത്തീരും. അവർക്ക് വേണ്ടി ദുആ ചെയ്യും, അവരെ ഉദ്ധരിക്കും, അവരെ മാതൃകക്ക് വേണ്ടി ഉറ്റുനോക്കും, അവരുടെ മാതൃക ഫോളോ ചെയ്യപ്പെടും. അങ്ങനെ ഒരു അവസ്ഥ അവർക്കുണ്ടായിത്തീരും. ഇതൊക്കെ മഹാന്മാരായ പ്രവാചകന്മാർക്ക് അവരുടെ ജീവിതകാലത്ത് ഉണ്ടായിട്ടില്ല. സാക്ഷാൽ ഇബ്രാഹിം നബിക്ക് ഉണ്ടായിട്ടില്ല, പിന്നീടാണ് ഉണ്ടായത്. പല ഇമാമിയങ്ങളും ജയിലറകൾക്കുള്ളിലാണ് മരണപ്പെട്ടത്. എന്നാൽ ഇന്ന് അവരുടെ പേര് കേൾക്കുമ്പോൾ റഹ്മത്തുള്ളാഹി അലൈഹി എന്ന് നാം ചൊല്ലുന്നു. പല പരിഷ്കർത്താക്കളും മുജദ്ദിദുകളും സമുദായം വഴികേടിലായപ്പോൾ മാമൂലുകളുടെ മാറാപ്പുകളിൽ കെട്ടുപിണഞ്ഞുകൊണ്ട് ജീവിക്കുമ്പോൾ അവരെ യഥാർത്ഥ ഖുർആനിലേക്കും സുന്നത്തിലേക്കും കൊണ്ടുവരാൻ വേണ്ടി പരിശ്രമിച്ച പല മഹാന്മാരും പല ഇമാമിങ്ങളും മുജദ്ദിദുകളും അന്ന് ബലിശിക്കപ്പെടുന്നവരായിരുന്നു, ലാനത്ത് ചെയ്യപ്പെടുന്നവരായിരുന്നു. എന്നാൽ ഇപ്പോഴുള്ള അവസ്ഥ എന്താണ്? അവർക്ക് വേണ്ടി ദുആ ചെയ്യുന്നു, അവരുടെ ഗ്രന്ഥങ്ങൾ വായിക്കപ്പെടുന്നു, അവരുടെ ഗ്രന്ഥങ്ങൾ അവലംബിച്ചുകൊണ്ട് പ്രസംഗിക്കപ്പെടുന്നു, അവർ ഫോളോ ചെയ്യപ്പെടുന്നു. അപ്പൊ ഇതൊക്കെ തന്നെ സജ്ജനങ്ങൾക്ക് അല്ലാഹു തആല ജസാഉൽ ഇഹ്സാൻ ഈ ലോകത്ത് തന്നെ വെച്ച് തന്നെ നൽകുന്ന അനുഗ്രഹങ്ങളിൽപ്പെട്ടതാണ്. ഇമാം ഇബ്നു കസീർ ഈ ആയത്തിന്റെ തഫ്സീറിൽ അനവധി മഹാന്മാരുടെ ഉദ്ധരണികൾ ഈ വിഷയമായിട്ട് ഉദ്ധരിച്ചിട്ടുണ്ട്. പക്ഷേ കേവലം 2-3 മാത്രം ഇവിടെ എടുത്തു പറയാൻ ഉദ്ദേശിക്കുകയാണ്. ഒന്ന് ഹസൻ ബസരി, മഹാനായ ഹസൻ ബസരി റഹ്മത്തുള്ളാഹി അലൈഹി. അതല്ല, പ്രസിദ്ധനായ സ്വഹാബി സാബിത്ത് ഇബ്നുൽ ഖൈസ് അൽ അൻസാരി റളിയല്ലാഹു അൻഹു, അദ്ദേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സമീപിച്ചുകൊണ്ട് നബിയോട് പറഞ്ഞു, നബിയെ, ഞാൻ നശിച്ചിരിക്കുന്നു, ഹലാക്കായി പോയിരിക്കുന്നു എന്നാണ് പേടിക്കുന്നത്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, എന്താണ് താങ്കൾ അത് പറയാൻ കാരണം? അപ്പോൾ 3 കാര്യങ്ങൾ എടുത്തു പറഞ്ഞു അദ്ദേഹം. 3 കാര്യങ്ങൾ എന്നിലുണ്ട്. അതിലൊന്ന്, ആളുകൾ എന്നെ കുറിച്ചൊക്കെ നല്ല വാക്ക് പറയണം എന്ന് ഞാൻ ആഗ്രഹിച്ചു പോകുന്നു. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തോട് ചോദിച്ചു, താങ്കൾ ഈ ലോകത്ത് എല്ലാവരാലും പ്രശംസിക്കപ്പെടുകയും അങ്ങനെ ബഹുമാനിക്കപ്പെടുകയും ചെയ്തുകൊണ്ട് ജീവിക്കുകയും അള്ളാഹുവിന്റെ മാർഗത്തിൽ ഷഹീദായിക്കൊണ്ട് ഈ ലോകത്തോട് വിട പറയുകയും അങ്ങനെ നാളെ പരലോകത്ത് അള്ളാഹുവിന്റെ സ്വർഗലോകത്ത് ഒരുമിച്ച് കൂട്ടപ്പെടുകയും ചെയ്യുന്നത് ഇഷ്ടപ്പെടുന്നില്ലയോ? അദ്ദേഹം പറഞ്ഞു, ബലായ റസൂലല്ലാഹ്, അള്ളാഹുവിന്റെ റസൂലെ, ഞാൻ അത് ഇഷ്ടപ്പെടുന്നു. ഹമീദൻ, അങ്ങനെ അദ്ദേഹം എല്ലാവരാലും സ്തുതിക്കപ്പെടുന്ന, എല്ലാവരാലും നല്ല വാക്ക് പറയുന്ന ഒരാളായി ജീവിച്ചു. സാബിത്ത് ഇബ്നു ഖൈസ് റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഹാബികളിൽ പ്രസിദ്ധനായ ഒരു ഖാരി ആയിരുന്നു. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഖലീഫയായിരുന്ന ഘട്ടത്തിൽ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ ഷൂറയിൽ അദ്ദേഹത്തിന് സ്ഥാനമുണ്ടായിരുന്നു. അദ്ദേഹം ഷൂറ അംഗമായിരുന്നു. പല ചർച്ചാ വിഷയങ്ങളിലും പല മുഷാവറകളിലും സാബിത്ത് ഇബ്നു ഖൈസ് റളിയല്ലാഹു അൻഹു തന്റെ നിലപാട് വിശദീകരിക്കുകയും ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ആ അഭിപ്രായം സ്വീകരിക്കുകയും ചെയ്തത് ഹദീസുകളിൽ ഇമാം നബവി റിയാദുസ് സാലിഹീനിലൊക്കെ ഉദ്ധരിച്ചതായി കാണാൻ സാധിക്കും. അങ്ങനെ അദ്ദേഹം എല്ലാവരാലും നല്ല വാക്ക് പറയുന്ന, എല്ലാവരും പ്രശംസിക്കുന്ന രൂപത്തിൽ ജീവിച്ചു. പിന്നെയോ രണ്ടാമത്തെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാഗ്ദാനം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാഗ്ദാനം പുലർന്നു. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ കാലത്തുണ്ടായ മുസൈലിമത്തുൽ കദ്ദാബ് എന്ന കള്ള പ്രവാചകത്വവാദിയുമായി
ഇപ്പോഴത്തെ റിയാദിൽ, അന്ന് നജ്ദ് എന്നായിരുന്നു, അവിടെ വെച്ച് നടന്ന യുദ്ധത്തിൽ ഈ മഹാനായ സ്വഹാബി ഷഹീദായി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സർവലോക രക്ഷിതാവായ അല്ലാഹു തആല നിയോഗിച്ച പ്രവാചകനാണ് എന്നതിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഓരോ വാക്കും ഓരോ പ്രവൃത്തിയും സാക്ഷ്യമാകുന്നു, തെളിവാകുന്നു. ഈ വാഗ്ദാനം സത്യമായി പിലർന്നത് നബിയുടെ കാലശേഷമാണ്, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ കാലത്താണ്. അപ്പോൾ നാം നമ്മുടെ പ്രവർത്തനം മുഖേന, നമ്മുടെ ജീവിതം മുഖേന അള്ളാഹുവിന്റെ പ്രീതിയാണ് പരമമായി ആഗ്രഹിക്കേണ്ടത്, ലക്ഷ്യമാക്കേണ്ടത്. അങ്ങനെ അള്ളാഹുവിന്റെ പ്രീതിക്ക് വേണ്ടിയാണ് സാബിത്ത് ഇബ്നു ഖൈസ് റളിയല്ലാഹു അൻഹു ജീവിച്ചത്. എന്നാൽ അതോടൊപ്പം ജനങ്ങൾ അദ്ദേഹത്തെക്കുറിച്ച് നല്ലത് പറയണമെന്ന് അദ്ദേഹത്തിന് ആഗ്രഹമുണ്ട്, പക്ഷെ അത് അവരിൽ നിന്ന് ആവശ്യപ്പെട്ടിട്ടില്ല. അങ്ങനെ അള്ളാഹുവിന്റെ വജ്ഹ് മാത്രം കാംക്ഷിച്ചുകൊണ്ട് ജീവിക്കുന്ന ഒരാൾക്ക് മനസ്സിൽ അങ്ങനെ ഒരാഗ്രഹം ഉണ്ടായി എന്നതുകൊണ്ട് അദ്ദേഹത്തിന്റെ പ്രവർത്തനം പാഴാകുകയില്ല. പക്ഷേ തന്നെ എല്ലാവരും പ്രശംസിക്കണം, തന്നെ ബഹുമാനിക്കണം എന്ന് ആഗ്രഹം ആരോടും പ്രകടിപ്പിക്കാൻ പാടുള്ളതല്ല. ഇനി അങ്ങനെ ആരെങ്കിലും പ്രശംസിക്കുകയാണെങ്കിൽ, സ്തുതിക്കുകയാണെങ്കിൽ അതിൻ്റെ പേരിൽ നമ്മുടെ അമലുകൾ ബാത്തിലാവുകയില്ല. നമ്മുടെ പ്രതിഫലം പൂർണ്ണമായി അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുന്നതാകുന്നു. ഇനി ഇന്ന് 194 വരെ എടുക്കാനാണ് ഉദ്ദേശിച്ചിരുന്നത്. പക്ഷേ ഇതിൻ്റെ ബാക്കി ഇൻഷാ അല്ലാഹു തആല 189 മുതൽ 200 വരെയുള്ള 11 ആയത്തുകൾ അടുത്ത ക്ലാസ്സിൽ നമുക്ക് പൂർത്തീകരിക്കാൻ സാധിക്കും ഇൻഷാ അല്ലാഹ്. അതിൽ അധിക ആയത്തുകളും കൂടുതൽ വിശദീകരണമില്ലാത്ത രൂപത്തിലാണ് വിവരിക്കുക. ഈ 189 മുതൽ 2-3 ആയത്തുകൾ കൂടുതൽ വിശദീകരണം ഉള്ളതാണ്, അർഹിക്കുന്നതാണ്. ഇത് മാത്രമല്ല, വിശുദ്ധ ഖുർആനിലെ ഏറ്റവും ശ്രേഷ്ഠമായ ആയത്തുകളിൽ പെട്ടതുമാകുന്നു. അതുകൊണ്ട് അതിലേക്ക് ഇപ്പോൾ കടന്നാൽ നമുക്കത് വിശദീകരിക്കാൻ സമയം മതിയാകാതെ വരും. അടുത്ത ആഴ്ചയോടുകൂടി ഇൻഷാ അല്ലാഹ് നമ്മുടെ ഈ സൂറത്ത് ആൽ ഇംറാന്റെ ആശയവിവരണം പൂർത്തിയാകും. പിറ്റേ ആഴ്ചയാണ് നമ്മുടെ മത്സരം നടക്കാൻ പോകുന്നത്. പക്ഷേ സാന്ദർഭികമായിട്ട് പറയാനുള്ളത്, ഈ വെള്ളിയാഴ്ച രാവിലെ ഈ ക്ലാസ് നടക്കുന്ന സമയത്താണ് നമ്മൾ മത്സരം ഉദ്ദേശിച്ചിരുന്നെങ്കിലും UAE നിന്നുള്ള ചില മത്സരാർത്ഥികളൊക്കെ ഉണ്ട്, അവർക്ക് വെള്ളിയാഴ്ച ജോലി ദിവസമാണ്. അപ്പോൾ ഒന്നുകിൽ വെള്ളിയാഴ്ച രാത്രിയിലേക്കാക്കുക, അല്ലെങ്കിൽ ശനിയാഴ്ച രാവിലെ ഇതേ സമയത്ത് ആക്കാൻ നിർദ്ദേശം വന്നിട്ടുണ്ട്. വെള്ളിയാഴ്ച രാത്രി ആയിക്കഴിഞ്ഞാൽ വേറെ പലർക്കും പ്രയാസങ്ങളുണ്ട്. പങ്കെടുക്കാൻ പറ്റും, പക്ഷേ പ്രയാസത്തോടു കൂടിയേ പങ്കെടുക്കാൻ പറ്റൂ. ശനിയാഴ്ച രാവിലെ ആയാൽ അതാണ് നല്ലത് എന്ന ഒരു നിർദ്ദേശമാണ് വന്നിട്ടുള്ളത്. ഇൻഷാ അല്ലാഹ് ഇപ്പോൾ ആരും പ്രതികരിക്കേണ്ടതില്ല. ഞാൻ ഗ്രൂപ്പിൽ പോസ്റ്റ് ഇടുമ്പോൾ എല്ലാവരും പ്രതികരിക്കുക, അതിനനുസരിച്ച് നമുക്ക് തീരുമാനിക്കാം. ഏതായാലും വെള്ളിയാഴ്ച രാവിലെ എന്തായാലും മത്സരം നടക്കുകയില്ല. ഒന്നിൽ വെള്ളിയാഴ്ച രാത്രി അല്ലെങ്കിൽ ശനിയാഴ്ച രാവിലെ, അതിൽ ഏതാണ് കൂടുതൽ യുക്തമെന്ന് നമുക്ക് ഗ്രൂപ്പിലൂടെ ചർച്ച ചെയ്തുകൊണ്ട് തീരുമാനിക്കാം. അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. وعليكم السلام ورحمة الله وبركاته. وعليكم السلام ورحمة الله وبركاته. عليكم السلام ورحمة الله وبركاته. وعليكم السلام ورحمة الله وبركاته.